കാളികാവ് കുടുംബത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊന്നും പറയാമോ സർ? കാളികാവ് കുടുംബം BC 500 കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് പാലിയൂരും പറവൂരും വന്ന് താമസിച്ചു. ഈ 64 ഗ്രാമങ്ങളെ ഭരിക്കുവാനായിട്ട് കൊണ്ടുവന്ന കുടുംബം എന്നാണ് ഞങ്ങളുടെ കുടുംബചരിത്രത്തിൽ പറയുന്നത്. ഗ്രാമഭരണകാലത്ത് 64 ഗ്രാമങ്ങളെ ഭരിച്ചു. അതിനുശേഷം തളിയാതിരികളുമായി ഈ 64 കുടുംബങ്ങൾ 4 തളിയാതിരിയായി തിരിച്ച കാലത്ത് നെടിയതളി എന്ന പറവൂരിൻ്റെ ഭരണം കാളികാവ് കുടുംബത്തിന് ലഭിച്ചു. അവരെ നെടുന്തളി സ്വരൂപം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നു. അവർ 1764 വരെ 18ാം നൂറ്റാണ്ട് വരെ പറവൂർ ഭരിച്ചുകൊണ്ടിരുന്നു. അവരുടെ കുടുംബക്ഷേത്രമാണ് തോമസ്ലിയ സ്ഥാപിച്ച പറവൂര് കോട്ടക്കാവ് പള്ളി. പാലിയൂർ ശാഖ തോമസ്ലിയ ഇന്ന് മാമുദിസ ലഭിക്കുകയും ആ കുടുംബത്തിലെ കാർന്നവർക്ക് വൈദികരായിട്ട് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. പകലമറ്റ ശങ്കരപുരി കള്ളി കുടുംബങ്ങളോടൊത്ത് ഈ വൈദിക കൊടുത്തതായിട്ട് അവിടെ സ്ലാവ് എഴുതി വച്ചിട്ടുണ്ട്. പകലമറ്റ ഈ പാലിയൂരിൽ നിന്നും പറവൂരിൽ നിന്നുള്ള ആൾക്കാർ വിവിധ വിഭാഗങ്ങളിലേക്ക് കുടിയേറി. പാലിയൂരുള്ള അവർ ഇന്നും അവിടെ ആ കുടുംബത്തിൻ്റെ പള്ളിയോട് ചേർന്ന് തന്നെ താമസിക്കുന്നുണ്ട്. അത് പല ശാഖകളായി പിരിഞ്ഞതിൽ അടുത്ത് താമസിക്കുന്ന നീലങ്കാവിൽ ശാഖയാണ്. ഇന്ന് ആ നീലങ്കാവിൽ തന്നെ 2 പിതാക്കന്മാരുണ്ടായിരുന്നു. ജോസഫ് പാസ്റ്റർ തിരുമേനിയും ഇപ്പോഴത്തെ ടോണി പിതാവും ഈ മൂല കുടുംബത്തിലെ അംഗങ്ങളാണ്. കാളികാവ് കുടുംബം പാലിയൂരിൽ നിന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കുറവലങ്ങാട് എത്തുകയും കുറവലങ്ങാട് കാളികാവ് താമസിക്കുകയും ചെയ്തു. ഗ്ലോബൽ മഹാകുടുംബ യോഗത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് പറയാം, കാലം ചെയ്തവരും അല്ലാത്തവരുമായിട്ട്. കുടുംബത്തിലെ മതമേലധ്യക്ഷന്മാർ ധന്യൻ മാർ തോമസ് കുര്യാശ്ശേരി ചങ്ങനാശ്ശേരി രൂപത്തിലെ ബിഷപ്പ്, കുര്യാക്കോസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത പൂതികോട്ട് മേപ്രാല് മലങ്കര യാക്കോബ സഭയിൽ, ഈശോ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ താഴയിൽ മലങ്കര മാർത്തോമ സഭയിൽ, ഗീവറീസ് മാർ ഗിഗോരിയോസ് മെത്രാപ്പൊലീസ പട്ടശ്ശേരിൽ പുതുപ്പള്ളി പെരുമ്പള്ളി തിരുമേനി മലങ്കര യാക്കോബ സഭയിൽ, ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗിഗോരിയോസ് തങ്ങളത്തിൽ കല്ലും തിരുവനന്തപുരം അതിരൂര് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് മാർ എബ്രഹാം കാട്ടുമന, ബിഷപ്പ് ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ തിരുമേനി, ഇത്രയും പേര് കഴിഞ്ഞു പോയ. ഇപ്പോൾ ഉള്ളത് സക്രിയാസ് മാർ നിക്കോളമസ് പൂതികോട്ട് അമേരിക്കയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ, ഗീവറീസ് മാർ ബർണബാസ് തെങ്ങന്തറയിൽ റാന്നി യാക്കോബ സഭയുടെ എത്ര, മാത്യോസ് മാർ ഗിഗോരിയോസ് ചൂരപ്ലാമുട്ടിൽ കൈപ്പട്ടൂർ മലങ്കര ഓർത്തഡോക്സ് സ്വതന്ത്ര സുറിയാനി സഭ, തോമസ് മാർ യൂസിഫസ് നായ്ക്കമ്പറമ്പിൽ മുണ്ടുകോട്ടയ്ക്കൽ പാറശാല സൂറ മലങ്കര സഭ, ഗിഗോരിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ കിണറ്റുകര ഇപ്പോൾ മാർത്തോമ സഭയിൽ ഡൽഹി ആർച്ച് ബിഷപ്പ് മാർ ഡോക്ടർ ഇറ്റിച്ചെറിയ എബ്രാഹിം ഇടയിൽ, അത് ചീക്കനാലാണ്. അദ്ദേഹം മെക്സിക്കോ രൂപയുടെ മെത്രാപ്പൊലീത്തയാണ് കത്തോലിക്ക സഭയിൽ. മാർ ടോണി നീലങ്കാവി തൃശ്ശൂർ സീറോ മലബാർ സഭയുടെ തൃശ്ശൂർ അതിരൂപയുടെ സഹായമെത്രാനാണ്. ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനിയോസ് താഴയിൽ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ തിരുവനന്തപുരം അധിപനാണ്. നമ്മുടെ ഈ കുടുംബത്തിൽ ഒരുപാട് ന്യായാധിപന്മാർ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാം. അവരുടെ പേരൊന്ന് പറയാം. ജഡ്ജി കൊച്ചിട്ടി കുരുവിള പൂതികോട്ട് പുത്തമ്പരയ്ക്ക്, ജഡ്ജി കോരത അയ്യമ്പള്ളി മഴുവേഞ്ചേരി പറമ്പത്ത് കൊച്ചി സംസ്ഥാനത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ ആദ്യമായി ജഡ്ജിയായി നിയമിക്കപ്പെട്ടയാളാണ്. ചാണ്ടി ജോസഫ് പാർക്കുളത്ത് പുത്തമ്പേട കോട്ടയത്ത് പഞ്ചായത്ത് കോടതി ജഡ്ജി, ജസ്റ്റിസ് JB കോശി പാറ്റ്ന ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരള മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ, കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് VC ജോർജ് വടക്കേത്ത് മലയായിലെ ചീഫ് ജസ്റ്റിസ്, P സാം കോശി പുതുച്ചിറ കുമ്പളംപൊയ്ക ഛത്തീസ്ഗഡ് ബിലാസ്പൂർ ഹൈക്കോടതിയിലെ ജഡ്ജി, കുരുവിളി കോശി പൂതിയോട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, തോമസ് വർഗീസ് ചാലക്കുഴി തിരുവല്ല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇത്രയും പേരുണ്ട്. നിങ്ങളവിടെ നമ്പൂരിമാരായിരുന്നു? നമ്പൂരിയിൽ ഞങ്ങളുടെ അറിയപ്പെടുന്നത്, ഞങ്ങൾ ആദ്യകാലം മുതലേ
നമ്പൂതിരിമാരായിരുന്നെന്നും വൈദികവൃത്തിയായിരുന്നെന്നുമാണ്. അതുപോലെ ഞങ്ങളുടെ ചരിത്രം പറയുന്നത് നമ്പൂതിരിമാരിൽ വെച്ച് വേദാധികാരമുള്ള കുടുംബവും നമ്മുടെ ഉണ്ട്. അത് കൊച്ചി രാജ കുടുംബത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമ്മുടെ ഹിന്ദു മതത്തിലെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് തീരുമാനമുള്ള ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ ആ പഴയ കുടുംബക്കാരെങ്കിലും അവിടെ ഉണ്ടോ? പാലയിലുണ്ടോ? പാലയിലുണ്ട്. പള്ളിയോട് ചേർന്നുള്ള കുടുംബം. അത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ലാസർ സാറിൻ്റെ വീടായിരുന്നു. ലാസർ സാർ മരിക്കുമ്പോഴും ഞാൻ അവിടെ പോയി മൂലകുടുംബം ഇച്ചിരി മാറിയാണ്. ആ കുടുംബം ഇപ്പോൾ ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ മുസ്ലിമായ ഇപ്പം ബഷീർ എന്ന് പറയുന്ന ആളാണ് ഈ മൂലകുടുംബത്തിൽ താമസിക്കുന്ന പാലുവരം. നീലക്കോയ കുടുംബത്തിൻ്റെ പാരമ്പര്യം അവർ അല്ലാതെ കാളികാവ് കുടുംബത്തിൻ്റെ പാരമ്പര്യം അവരുടെ ചരിത്രത്തിലുമുണ്ട്. ഈ നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടവരാരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇപ്പം ഞങ്ങളുടേതായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. നീലങ്കാവിൽ അമ്പലങ്ങളുണ്ട്. സിന്ദൂരച്ചപ്പ് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന അമ്പലം ഞങ്ങളുടെ കുടുംബമാണ്. പറവൂരുമുണ്ട്. ഇതുപോലെ ക്ഷേത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഈ രാജകുടുംബം ഹൈന്ദവരായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് പറവൂരുള്ളവർ. അവിടെ പ്രതിഷ്ഠ ഞങ്ങൾ കാളി ഭക്തരായിരുന്നു. അതാണ് കാളികാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇവിടെ വന്നപ്പോൾ മുതൽ കാളികാവുന്ന കാളികാവ് അല്ല കാളി എന്ന് വരാനുള്ള എന്തെങ്കിലും പ്രത്യേകം കാരണം അറിയാമോ? പൂജിച്ചുകൊണ്ടിരുന്ന കാളിയായിരുന്നു. അത് പറവൂര് ഈ കാളിയെ ഇറക്കി വിട്ട ശേഷമാണ് ഞങ്ങളുടെ അമ്പലം തോമസ് ലീ, അത് പറവൂരിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് തന്നെ തോമസ് ലീയെ വിളിച്ച് ഇറക്കി വിട്ടു ശേഷമാണ് പള്ളിയാക്കിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ കള്ളി, കാളികാവ്, ശങ്കരപുരി, പാലാമറ്റ ഈ 4 കുടുംബങ്ങളല്ലേ കുറവലങ്ങാട്ടേക്ക് പോകുന്നത്? അതെ അതെ. അത് പോകുന്ന റൂട്ട് എങ്ങനെയായിരുന്നു? അങ്കമാലി വഴി കുറവലങ്ങാട് എത്തിയാണ്. ഇപ്പോൾ ഈ കാളികാവ് കുടുംബത്തിൻ്റെ അണ്ടറിൽ എത്ര കുടുംബയോഗങ്ങളുണ്ട്? 150ഓളം കുടുംബയോഗങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ഈ 150ഓളം കുടുംബങ്ങളെ കൂട്ടിയാണ് കാളികാവ് ഗ്ലോബൽ കുടുംബയോഗം കൂടുന്നത്. ഗ്ലോബൽ വിദേശത്തുമുണ്ട്. ഞങ്ങളുടെ ഒത്തിരി മലേഷ്യ, ഇങ്ങനെ സിംഗപ്പൂർ, അമേരിക്കയിലൊക്കെ സെറ്റിലായവർ അവിടെ താമസിക്കുന്നവരുണ്ട്. അവിടെ കുടുംബയോഗങ്ങൾ ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും കൂടുന്നുണ്ട്. യൂറോപ്പിൽ, അമേരിക്കയിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിലൊക്കെ കൂടുന്നുണ്ട്. എത്ര വീടുകൾ കാണാം ഉദ്ദേശം? അത് പറയാൻ പറ്റില്ല. അതുപോലെ ഉണ്ട്. ഞങ്ങളൊരു പത്തനംതിട്ട തന്നെ നിയമമണ്ഡലത്തിലൊരു 30,000-നും 40,000 ഇടയ്ക്ക് വോട്ടേഴ്സ് ഉണ്ട്. കോട്ടയം ജില്ലയിലും ഒരു 30,000-നും 40,000 ഇടയ്ക്ക് വോട്ടേഴ്സ് ഉണ്ട്. റാന്നി മേഖലയിൽ കാളികാവ് കുടുംബത്തിൻ്റെ എത്ര ശാഖകളുണ്ട്? റാന്നി മേഖലയിൽ കാളികാവ് പ്ലാത്തോട്ടം കുടുംബത്തിൽ നിന്ന് വന്ന് താമസിക്കുന്ന പിതാക്കന്മാർ, അതായത് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള ഏതാണ്ട് 28 കുടുംബ ശാഖകൾ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. പ്രധാനപ്പെട്ട ശാഖകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ശാഖകൾ ഇപ്പം ഞങ്ങളന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന പിതാക്കന്മാർക്ക് ആദ്യത്തെ പിതാവിന് 6 മക്കളുണ്ടായിരുന്നു. ആ പിതാവിൻ്റെ 6 മക്കളും അവരുടെ മക്കളും അവരുടെ ശേഷമുള്ളവരും അങ്ങനെ കൂടി വന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു 6,000 ആൾക്കാർ ഇന്നിപ്പോൾ റാന്നിയിൽ താമസിക്കുന്നു. പ്ലാത്തോട്ടം കുടുംബമാണ് പ്രധാനമായിട്ടുള്ളത്. പ്ലാത്തോട്ടം കുടുംബവും ഇവിടെ പേരില്ല. ഇവിടെ ഞങ്ങൾ കാരക്കാട്ടുകാരാണ്. അതായത് പമ്പാ നദിയിൽ ഇവിടെ വന്നിവിടെ താമസമായി ഇവിടുത്തെ റാന്നി ഭരിച്ചുകൊണ്ടിരുന്ന കോട്ടയക്കർത്താക്കന്മാരോട് റാന്നി താമസ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കരയ്ക്കോട്ട് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ കരയ്ക്കോട്ട് താമസിക്കാൻ പറഞ്ഞ് കരയ്ക്കട്ടെ. അവിടുന്ന് പിന്നെ മക്കൾ ഉണ്ടാകുന്ന സമയത്ത് മാറി താമസിക്കാനുള്ള അവസരം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെറുവാഴക്കുന്നേൽ, പൂവക്കുളത്ത്, ചെത്തോങ്കര, താന്നിമൂട്ടിൽ, പുന്നമൂട്ടിൽ, കാരക്കാട്ട്, വെള്ളാറുമല ഇതിലെ 6 പിതാക്കന്മാരുടെ മക്കളായിപ്പം ഇവിടെ താമസിക്കും. ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി കാണും? 1800-ന് ശേഷമാണ് ഇവിടെ വന്നേക്കുന്നത്. കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. അതിവിടെ വന്ന ആദ്യം ക്രിസ്ത്യാനികളായിട്ട് വന്നത് ഈ കാരക്കാട്ടുകാരാണ്. അന്ന് റാന്നി വലിയ പള്ളിയിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഈ കനാനായക്കാർ റാന്നിയിലെത്തുന്നത്. അവരെ കൂട്ടത്തോടെത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് വിട്ടിട്ട് റാന്നി വൈക്കത്തെ പള്ളി വെച്ച് അവിടെ പോയി ആരാധന നടത്തി. ഈ പമ്പയാറിൻ്റെ കരകളിലാണ് താമസിക്കുന്നത്. അതിനുശേഷം റാന്നി പമ്പയാറിൻ്റെ വടക്കേക്കരയിൽ വന്നു. വടക്കേക്കരയിൽ ക്രിസ്തോസ് പള്ളിയിൽ
കൂടി അവിടെ നിന്ന് പിന്നെ സ്കാറ്റർ ചെയ്ത് റാന്നിയിൽ ഇപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 15 മാർത്തോമ പള്ളിയിലെ മെമ്പേഴ്സുണ്ട്. കൂടുതലും മാർത്തോമക്കാരാണ്. ഇപ്പം പിന്നെ ബന്ധുക്കോസുകാരുണ്ട്, ബ്രദറുകാരുണ്ട്, ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ഏതാണ്ട് 6000 പരം അംഗങ്ങൾ ഇപ്പം റാന്നിയിലെ ലാത്തോട്ടം കുടുംബത്തിൻ്റെതായിട്ടുണ്ട്. ഇവിടെ പമ്പാ നദിയിൽ കൂടെ വന്നത് കച്ചവടത്തിന് വന്നവരാണ്? അല്ല, കൃഷിക്ക് വേണ്ടി വന്നു. അതെ. എവിടുന്നാ വന്നെന്നാ പറയുന്നത്? പ്രവിത്താനം. പ്രവിത്താനത്ത് നിന്ന് കുടുംബ വീട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. പ്രവിത്താനത്തെ വീട്ടുപേര് പ്ലാത്തോട്ടം. നമ്മുടെ കുടുംബ സന്ദേശം എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മൾ അവിടുന്ന് ഇവിടുത്തെ ഈ ഇങ്ങോട്ടുള്ള കുടുംബങ്ങളുടെ കാരണവന്മാർ പ്ലാത്തോട്ടത്തിലെ ഒരു കുടുംബത്തിൽ നിന്ന്, തറപ്പേൽ കുടുംബത്തിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ പിതാവ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ആ പിതാവിൻ്റെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ശാഖകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചായിക്കൊണ്ട്, പ്രത്യേകിച്ച് എല്ലാവരും തന്നെ കത്തോലിക്കരാണ്, വിവിധ വിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന മാർത്തോമായിൽ ഉള്ളവരുണ്ട്, മലങ്കരയിലുള്ളവരുണ്ട്, യാക്കോബയിലുള്ളവരുണ്ട്, നമ്മുടെ സിറോ മലബാറിലുള്ളവരുണ്ട്. ഇതെല്ലാം നമ്മുടെ എല്ലാം ചോട് ഈ സിറോ മലബാർ സഭയിൽ നിന്നുള്ള ഒരു ചോടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സഭ എക്കുമെനിക്കലാണ്, എല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അപ്പം നമ്മൾ വിവിധ സഭകളിൽപ്പെട്ടവരാണേലും അതിനപ്പുറം നമ്മൾ ഈശോയിൽ ഒന്നാണെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് വരുന്ന തലമുറ കൂടുതലും ഒരു കൂട്ടായ്മയിലേക്ക്, ഒരിടയനും ഒരു തൊഴുത്തും ഉണ്ടാകണം എന്നുള്ളതാണ് ഈശോയുടെ പ്രാർത്ഥന. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈശോയിൽ ഒന്നായി തീരണം. അതിനു വേണ്ടിയിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ട ഒരു ട്രെയിനിങ്ങും ആ ഒരു ഹൃദയവിശാലതയും പരസ്പരം സ്വീകരിക്കാനും അംഗീകരിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകണം. അതാണ് എൻ്റെ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്. സീറോ മലബാർ സുറിയാനി ക്രിസ്ത്യാനികൾ അവർക്ക് ജൂയിഷ് ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണ്? ജൂയിഷ് DNA ഉള്ളവരാണ് ഈ നസ്രാണികൾ എന്നൊരു അഭിപ്രായം. അത് ചരിത്രപരമായിട്ട് തന്നെ അതിനൊരു പിൻബലം നമുക്കുണ്ടല്ലോ. കാരണം നമുക്കറിയാം, തോമാസ് ശ്ലീഹ തന്നെ ഭാരതത്തിലേക്ക് വന്നത് ആ ജൂയിഷ് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്യൂസ് നമ്മുടെ കുരുമുളകും ഏലവും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പണ്ട് മുതലേ നമുക്കുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇവിടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ ജൂയിഷ് ബന്ധമുണ്ട്. ഇപ്പോഴും കൊച്ചിയിലുള്ള സിനഗോഗൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ തെളിവാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ജൂയിഷ് പാരമ്പര്യം നമുക്കുണ്ട്. അത് പിന്നെ നമ്മുടെ ഒരു വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ചരിത്രവും എന്ന് പറയുന്നത് ഈ ഒന്നും കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത എഴുതിയ രേഖകൾ നമുക്കതില്ല. വാമൊഴിയാണ് നമുക്കുള്ളത്, വരമൊഴി നമുക്ക് കുറവാണ്. പക്ഷേ അത് പറഞ്ഞ് വരുന്ന പാരമ്പര്യങ്ങൾക്ക് പിന്നിൽ ഓരോ സത്യമുണ്ടെന്നുള്ള സത്യമാണ്. കുറേയൊക്കെ അതിൻ്റെ അകത്ത് എക്സാഗറേഷൻ കാണും, കുറേയൊക്കെ ആൾക്കാർ കൂട്ടിച്ചേർത്ത് കാണും. എന്നാലും എല്ലാത്തിനും സത്യത്തിൻ്റെ അംശമുണ്ട്. അത് നമ്മൾ ഗവേഷണം നടത്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നാമത്തിൽ കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഈ കുടുംബ സമ്മേളനത്തെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും, ഇതിന് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങളെല്ലാവരും. അങ്ങയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഞങ്ങൾ ഓർക്കുന്ന ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് ഉത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ളവരാണെന്നുള്ള വലിയ ചിന്ത ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതരുത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മാനദണ്ഡമായിട്ട് ഈശോയെ അങ്ങ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ. ശാഖാ കുടുംബയോഗങ്ങളെ ഭാരവാഹികളെ,
പ്ലാത്തോട്ടം കുടുംബാംഗങ്ങളെ, എനിക്ക് അഭിമാനമുണ്ട്. നമ്മളൊരു കൊറോണ കഴിഞ്ഞ ശേഷം കുടുംബ കൂട്ടായ്മ അധികം നടക്കാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടുവാനും പരിചയം പുതുക്കുവാനും ഒക്കെ അവസരം തന്നതിന് ഞാൻ ആദ്യമായിട്ട് റാന്നി കാരിക്കാട്ട് കുടുംബക്കാരോട് നന്ദി പറയുകയാണ്. തീർച്ചയായും രാജനും എന്നോട് വർഷങ്ങളായിട്ടിങ്ങനെ എവിടെയെങ്കിലും വെച്ച് കൂടണം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ശാഖാ കുടുംബങ്ങളുടെ വാർഷികങ്ങൾ നടക്കുമ്പോൾ ഞാനത് അവതരിപ്പിക്കുവാനും ഉണ്ടായിരുന്നു. ഇന്ന് ഏതായാലും രാജൻ തന്നെ ഇതിനെ എനിക്ക് നേതൃത്വം നൽകുകയും ഞാൻ നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ ശാഖകളിലും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും അറിയത്തില്ല നമ്മുടെ പ്ലാത്തോട്ടം കുടുംബത്തിൻ്റെ ശാഖകളെപ്പോലും. ഭരണങ്ങാനത്ത് നിന്ന് തുടങ്ങിയ ആ കുടുംബത്തിൻ്റെ ശാഖകൾ ഏതാണ്ട് പ്ലാത്തോട്ടമല്ലാത്ത 200 വീട്ടുപേരിൽ എനിക്കറിയാം. അവരെല്ലാം എന്നോട് ബന്ധപ്പെടുന്നുണ്ട്. 2 ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ മാണിയുടെയും വത്സൻ സ്റ്റേജിലിരിക്കാം. വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ബന്ധപ്പെടുന്നുണ്ട്. ഫോണിൽ കൂടിയും അല്ലാതെയും അവരുടെ ഓരോ വിശേഷ സന്ദർഭങ്ങളിലും ഒക്കെ പോയിയാണ് ഞാൻ ഈ ബന്ധം നിലനിർത്തുന്നത്. നമ്മുടെ കുടുംബം കേരളത്തിൽ മൊത്തമുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും നമ്മുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഞാൻ കാസർഗോഡുള്ള നമ്മുടെ കുടുംബാംഗങ്ങളുടെ വീടുകളിലും തിരുവനന്തപുരത്തുള്ള വരെയുള്ള കുടുംബാംഗങ്ങളുടെ വീടുകളിലും ഒക്കെ പോകാറുണ്ട്. അങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാളികാവ് കുടുംബത്തിൻ്റെ പിൻഗാമികളാണ്. നമ്മൾ AD 500 കാലഘട്ടത്തിൽ BC 500 കാലഘട്ടത്തിൽ നമ്മൾ വന്നതാണ് ഞാൻ ചരിത്രം പഠിച്ചു കഴിഞ്ഞപ്പം ഉള്ളത്. നമ്മുടെ പഴയ ചരിത്രകാരന്മാർ ഒരു 100 കൊല്ലം മുമ്പ് എഴുതിയ ചരിത്രകാരന്മാർ ഈ കുടുംബത്തിൻ്റെ കാളികാവ് 70-80 കാലഘട്ടത്തിൽ റെഫർ ചെയ്താണ് ഞാൻ ഈ കുടുംബങ്ങളെ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ BC കാലഘട്ടത്തിലെ ആ കുടുംബത്തിൻ്റെ നമ്മുടെ 64 ഗ്രാമങ്ങളെ ഭരിക്കുവാനായിട്ട് ഇവിടെ വന്നു എന്നാണ് നമ്മുടെ മൂല കുടുംബം വന്നു എന്നാണ് പറയുന്നത്. അവർ 64 കുടുംബങ്ങളെ BC കാലഘട്ടത്തിൽ ഭരിക്കുകയും അതിനുശേഷം ആ ഭരണം ദുർബലമായി തീർന്നപ്പോൾ 64 കുടുംബങ്ങൾ ഒത്തുകൂടി ചേർന്ന് അതിൽ നിന്ന് 4 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് 4 തളികളായി തിരിച്ച് അവരെ ഓരോ രാജ്യങ്ങൾ 16 ഗ്രാമങ്ങളെ വെച്ച് കൊടുക്കുകയും അതിൽ പറവൂരിൻ്റെ ഗ്രാമം നമുക്ക് ഭരിക്കാൻ കിട്ടുകയും ചെയ്യും. നെടുന്തള്ളി സ്വരൂപം എന്നുള്ള രാജ്യം നമ്മുടെ കുടുംബമാണ് BC കാലഘട്ടം മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ നടിയുറവ് വരെ പറയുന്നത് കാലഘട്ടം വരെ നമ്മുടെ കുടുംബമാണ് ഭരിച്ചിരുന്നത്. തോമസ് ലീഗ വരുന്ന കാലഘട്ടത്തിൽ തോമസ് ലീഗ ഇറങ്ങിയ സ്ഥലമായ അവിടെ ഒക്കെ നമ്മുടെ പറവൂർ രാജവംശത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥലത്താണ് തോമസ് ലീഗ വന്ന് ഇറങ്ങിയ സ്ഥലം. അങ്ങനെ തോമസ് ലീഗയായിട്ട് നമുക്ക് നല്ല അടുപ്പമുണ്ട്. നമ്മുടെ ഭരിക്കുന്ന സ്ഥലത്താണ് ഇത്. അതുപോലെ പറവൂർ രാജകുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് നമ്മൾ കോട്ടക്കാവ് പള്ളി എന്ന് പറയുന്ന പറവൂർ പള്ളി. അവിടെ ചെന്ന് അത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. 7 പള്ളിയിൽ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. അത് ഞാനായിട്ട് ആണ് അത് കൊണ്ടുവന്നിരുന്നത്. ഈ ചരിത്രം പുതിയതായിട്ട് എടുത്തു കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള പറവൂരുള്ള പള്ളികളെല്ലാം ഞാൻ ചെല്ലുമ്പോൾ അവർ ആ കാര്യം എനിക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺവഴിയിലായപ്പോൾ അവർ ഭരിച്ച രാജകുടുംബത്തിൻ്റെ പേര് പിണീരകവട്ടത്തുകാരാണ് കൊടുത്തതെന്ന് വന്നത് തിരുത്തുവാനും കാളികാവ് കുടുംബമാണ് ഇത് കൊടുത്തതെന്ന് സ്ഥാപിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൊടക്കാവ് പള്ളിയിൽ ചെന്നാൽ അവർ സമ്മതിക്കുന്നതാണ്. അത് കത്തോലിക്ക പള്ളിയാണ്. അവിടെ യാക്കോബ പള്ളിയുണ്ട്. അവരും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഞാൻ ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഒരു ബസ്സിന് ആൾക്കാരെ ഈ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി അതെല്ലാം കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന കുടുംബം നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രം പള്ളിയാക്കാൻ കൊടുത്തതാണ് കോട്ടക്കാവ് പള്ളി. പാലയൂർ വെച്ച് നമുക്ക് തോമസ് ലീഗ മാമോദീസ സ്വീകരിക്കാനും
അവിടെ വെച്ച് വൈദ്യർ നമ്മുടെ കുടുംബത്തിലെ കാരണവരെ വൈദ്യരാക്കിയെന്നുമാണ് നമ്മുടെ ചരിത്രം. ഇന്നും കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലമറ്റം കുടുംബങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ കുറവലങ്ങാടിന് വന്നത്. പക്ഷേ നമ്മുടെ കുടുംബം ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. പാലിയൂര് നമ്മുടെ കുടുംബങ്ങളുണ്ട്, അതിൽ ഒത്തിരി ശാഖകളുണ്ട്. ഈ പള്ളിയോട് ചേർന്നുള്ള കുടുംബം നമ്മുടെ കുടുംബമാണ്. അത് കേരളത്തിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഒരു ലാസർ സാറിൻ്റെ കുടുംബമാണ്. ഈ തളിയക്കുളത്തിന് ഈ ശിലാഫലമൊക്കെ വെച്ചിരിക്കുന്നതിനോട് ചേർന്നുള്ള കുടുംബമാണ്. ചേർന്നുള്ള കുടുംബം നമ്മുടെ കുടുംബമാണ്. നമ്മുടെ മൂല കുടുംബം ഇച്ചിരി മാറി നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഒരു മുസ്ലിം തറവാടായിട്ടാണ് ഇന്ന്. ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ താമസിക്കുന്നത്. ആ കുടുംബത്തിൽ ഞാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ അവിടെ ഒത്തിരി പാവർട്ടി എന്ന് പറയുന്ന സ്ഥലത്തും ഒക്കെ ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ഉണ്ട്. അവിടെയും ഒരു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടായിരുന്നു, NR വർക്കി എന്നും പറഞ്ഞ്. അദ്ദേഹമൊക്കെ എൻ്റെ കൂടെ നടന്നിരുന്നതാണ്. അതുപോലെ തൃശ്ശൂർ നമ്മുടെ കുടുംബത്തിലെ 2 തിരുമേനിമാരുണ്ടായിരുന്നു. ഒന്ന് ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ തിരുമേനി, അദ്ദേഹം മരിച്ചു. സാഗർ രൂപതര ബിഷപ്പായിരുന്നു. ഇപ്പം തൃശ്ശൂർ പോയ സഹായമെത്രാനായിരിക്കുന്ന ടോം നീലങ്കാവിൽ നമ്മുടെ കുടുംബമാണ്. അദ്ദേഹം വൈദ്യനായിരിക്കുമ്പോൾ വരെ ഞാൻ കുടുംബയോഗം കൂടുവാനായിട്ട് അവിടെ ചെന്നിരുന്നു. നീലങ്കാവിൽ കുടുംബയോഗം കൂടുവാനും ഒക്കെ ഞാൻ ചെന്നിരുന്നു. അതുപോലെ ലത്തീൻ രൂപതയുടെ വർഗീസ് ചക്കാലയ്ക്കലും നമ്മുടെ മൂല കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഒക്കെ മാളഭാഗത്താണ്. അപ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ആ കുടുംബങ്ങളിലും എനിക്ക് പോകുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നീലങ്കാവിൽ കുടുംബത്തിലും പറവൂരുള്ള കുടുംബയോഗങ്ങളിലും അവരുടെ പുസ്തകങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. 2 ചരിത്ര ഗ്രന്ഥങ്ങൾ പറവൂർ ശാഖയുടെ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നീലങ്കാവിൽ കുടുംബത്തിൻ്റെ കുടുംബയോഗങ്ങൾ ഇങ്ങനെ പള്ളി കേന്ദ്രമായിട്ട് നടക്കാറുണ്ട്. തൃശ്ശൂരും കൊട്ടേക്കാവും ഒക്കെ പാലയൂരും ഒക്കെ എനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. BC 500 മുതൽ ഉള്ളൊരു കുടുംബം. ഈ BCയിൽ നമ്പൂതിരിമാർ ഇവിടെ വന്നിരുന്ന ഒരു ചരിത്രമാണ്. എൻ്റെ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമുണ്ട്, പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിയത്. BC 500 കാലഘട്ടത്തോടുകൂടി ആര്യന്മാരായ നമ്പൂതിരിമാർ വന്നിരുന്നു എന്ന് നമ്മുടെ കുടുംബത്തിലെ ഒത്തിരി ചരിത്രങ്ങൾ എനിക്ക് എൻ്റെ കയ്യിൽ വന്നാൽ ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ പുസ്തകത്തിലും BC കാലഘട്ടത്തിൽ നമ്പൂതിരിമാർ ബ്രാഹ്മണൻസ് ഇവിടെ വന്നു എന്നുള്ളതിന് തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഇതേപ്പറ്റി ഒത്തിരി തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ നമ്പൂതിരിമാർ വന്നില്ല എന്നുള്ളതിന് തർക്കം, തോമസ് ലീഹ വന്നില്ലെന്നതിന് പോലും തർക്കം. അതിനകത്ത് ഒത്തിരി പേര് അറിയില്ലാതെയോ ഇതിനകത്തൊക്കെ ചെന്ന് ചാടുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മുടെ കുടുംബം തോമസ് ലീഹയുടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇപ്പം ഞാനിന്ന് വന്നതിൽ ഒരാൾ കലമറ്റത്തിൽ ഒരു കുടുംബയോഗത്തിന് ഭാരവാഹിയുണ്ട്. അവരൊക്കെ ഈ പള്ളി, കാളികാവ്, ശങ്കരപുരി, പകലമറ്റം കുടുംബങ്ങൾ തോമസ് ലീഹയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതിനോടുള്ള ബന്ധമുണ്ട്. ഇന്ന് തോമസ് ലീഹയിന്ന് മാമോദീസ മുഖ്യ കുടുംബങ്ങളെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കറിയാം ആ പാരമ്പര്യം. അതുകൊണ്ട് ഈ പറയുന്ന നെറ്റിലൊക്കെ ഇടുന്നതൊക്കെ മഹാ തെറ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം തോമസ് ലീഹയായിട്ട് വളരെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കൊടുത്ത അമ്പലം ആണ് തോമസ് ലീഹയുടെ കോട്ടക്കാവ് പള്ളി. അതാരും നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. കോട്ടക്കാവ് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛൻ പറയും. ഞാൻ ഈ അടുത്ത കാലത്ത് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഏരിയയിൽ റൂട്ട് അന്വേഷിച്ച് ഒത്തിരി പേര് വരാറുണ്ട്. അവിടുത്തെ അച്ഛൻ മൂക്കന്നൊക്കെ അവിടെ ഇരിക്കുന്ന യാക്കോബ പള്ളിയിലെ അച്ഛൻ എന്നോട് ചോദിച്ചു, എൻ്റെ റൂട്ടൊന്ന് അന്വേഷിച്ച് കൊടുക്കാവോ? മൂക്കന്നൂക്കാരൻ അച്ഛനാണ്. അച്ഛന് എന്നോട് ചോദിച്ചു അവിടെ. അതിനാൽ 1930 കാലഘട്ടത്തിലൊക്കെ പുസ്തകങ്ങൾ, കേരള ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളുടെയും, അറിയപ്പെടുന്ന കുടുംബങ്ങളുടെയും വൈദികരുടെയും കുടുംബങ്ങളുടെയും ചരിത്രം അത് ആരുടെയും കാണുകയായിരിക്കും. അതിലൊക്കെ ഈ കാളികാവ് കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിൽ കൂടിയത്. അങ്ങനെ കുറവലിങ്ങാട് നമ്മൾ എത്തുകയും അവിടെ നിന്ന് നിലയ്ക്കൽ എത്തുകയും ചെയ്തിരുന്നു നമ്മുടെ കുടുംബം. ആ കുടുംബം നിലയ്ക്കൽ വഴി കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിരുന്നു. ആ ശാഖയിൽപ്പെട്ടതാണ് PJ കുര്യനൊക്കെ. നമ്മുടെ കുടുംബത്തിൻ്റെ ശാഖ നിലയ്ക്കൽ വഴി കാഞ്ഞിരപ്പള്ളിയിൽ വന്നതിൻ്റെ ഒരു ശാഖയാണ് PJ കുര്യൻ്റെ കുടുംബം. അതുപോലെ ധാരാളം കുടുംബങ്ങൾ, കാഞ്ഞിരപ്പള്ളിയിലുള്ള കുടുംബങ്ങൾ മുഴുവൻ വലിയ വീട്ടിൽ എന്ന് പറയുന്ന ശാഖ ഈ കാളികാവിൻ്റെ ശാഖയാണ്.
നമ്മുടെ ചരിത്രവും ഈ പ്ലാത്തോട്ടം കുടുംബത്തിൻ്റെ ചരിത്രവും പറയുന്നത് എൻ്റെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഭരണങ്ങാനത്ത് നിന്ന് 5ാമത്തെ തലമുറയിലെ ആളാണ് പ്രവിത്താനത്ത് വന്നത്. ആ വീടിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അതിൻ്റെ ചരിത്രം ഓലയിൽ എഴുതിയതാണ്, വട്ടഴത്തിൽ എഴുതിയതാണ്. 1770 അതിനകത്ത് തന്നെ പറയുന്നുണ്ട് മഹാദേവർ പട്ടണം ദേശത്തുനിന്ന് വന്നു എന്നാണ് പറയുന്നത്. മഹാദേവർ പട്ടണം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ, പാലൂർ, പറവൂർ ഭാഗത്തെ പഴയകാലത്തെ ക്രിസ്ത്യാനികളെല്ലാം അവരുടെ പൂർവികമായിട്ട് മഹാദേവർ പട്ടണം എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ ആധാരവും 1770 ആധാരം ഓലയിലുള്ളതാണ്. അതിനകത്ത് മഹാദേവർ പട്ടണം ദേശത്ത് നിന്ന് കുടിയിരിക്കും. ഇന്ന് മാണി പ്രാത്തോട്ടത്തിൽ മാണി ഇന്ന് പ്രവിത്താനത്ത് ഇങ്ങനെ വന്നെന്നാണ് അതിൻ്റെ ആധാരം. അപ്പോൾ ആ ആധാരത്തിൻ്റെ കോപ്പി മലയാളത്തിലാക്കിയത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഓലയിലുള്ളത് എൻ്റെ കാരണന്മാർക്ക് അറിയത്തില്ലാത്ത കാരണം, അതിൻ്റെ വില അറിയത്തില്ലാത്ത കാരണം കോടതിയിൽ വെച്ച് അത് കളഞ്ഞ് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യം മഹാദേവപുരമെന്ന പാരമ്പര്യത്തിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യ ആധാരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പാരമ്പര്യം നമ്മുടെ കുടുംബം പ്ലാത്തോട്ടം കുടുംബം ഇന്ന് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ കുറവിലിങ്ങാടുന്ന് നിലയ്ക്കൽ വഴി നമ്മൾ ഭരണങ്ങാനത്ത് എത്തുകയുണ്ടായി. ഭരണങ്ങാനത്ത് എത്തിയ സ്ഥലം അറവക്കുളം എന്ന് പറയുന്ന സ്ഥലം മീനച്ചിലാറിൻ്റെ കവണാറിൻ്റെ തീരത്തൊരു സ്ഥലം മേടിച്ചതാണ്. അതാണ് പ്ലാത്തോട്ടം പുരയിടം. പ്ലാത്തോട്ടം എന്ന് പറയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കേരളത്തിലുള്ള കുടുംബങ്ങളെല്ലാം എനിക്കറിയാം. പ്ലാത്തോട്ടം എന്ന് പറയുന്ന ശാഖകളെ അറിയാം. കന്നനക്കാരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, പ്ലാത്തോട്ടം കുടുംബം, ഈഴവരുണ്ട്, പ്ലാത്തോട്ടം കുടുംബം, ഇങ്ങനെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. അരുവിത്തറ പ്ലാത്തോട്ടവും PC ജോർജ് നമ്മുടെ കുടുംബമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭരണങ്ങാനം പ്ലാത്തോട്ടത്തിൽപ്പെട്ടതല്ല PC ജോർജ്, കാളിയാങ്ക കുടുംബത്തിൽപ്പെട്ടതാണ്. അത് പലർക്കും ഇതിനകത്ത് നമ്മുടെ നെറ്റിൽ വരുമ്പോൾ അതൊരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. വീണ നമ്മുടെ കുടുംബമാണ്, പ്ലാത്തോട്ടം കുടുംബത്താണ്. ഭരണങ്ങാനം പ്ലാത്തോട്ടത്തിൽപ്പെട്ടതല്ല PC ജോർജ്. PC ജോർജ് അരുവിത്തറ പ്ലാത്തോട്ടമാണ്. നമ്മൾ ഭരണങ്ങാനം പ്ലാത്തോട്ടത്തിൻ്റെ കുടുംബം. ആ നമ്മുടെ കുടുംബം തൊമ്മൻ എന്ന് പറഞ്ഞ ആൾ സ്ഥാപിച്ച വീടിൻ്റെ തറ ഇപ്പോഴും കിടപ്പുണ്ട്. ആ തറ പാലമറ്റക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ വീട് പൊളിച്ചു കളഞ്ഞ ശേഷം മൂത്ത മകൻ മാണി വെച്ച വരെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതും എല്ലാവരും പോകുന്നതും ഒക്കെ. അപ്പോൾ മൂല കുടുംബത്തിൻ്റെ തറ പാലമറ്റക്കാരുടെ അതിനടുത്ത് ചേർന്ന് കിടപ്പുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ കുടുംബത്തെ പറ്റി നമ്മുടെ പ്ലാത്തോട്ടം കുടുംബക്കാർ പോലും പഠിക്കുന്നില്ല. അത് പ്ലാത്തോട്ടം എന്ന് കേൾക്കുമ്പം എല്ലാം പ്ലാത്തോട്ടമാണെന്ന് പറയുമ്പോൾ അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്ലാത്തോട്ടം എന്ന് പറയുന്ന നമ്മുടെ ഭരണങ്ങാനത്ത് ഒരു 100-150 കുടുംബങ്ങൾ പ്ലാത്തോട്ടം പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ 200 വീട്ടുപേരിലുള്ള കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം എന്നോട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ മൂലകുടുംബത്തിൽ പോലും ബന്ധപ്പെടാതെ എന്നോടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ ശാഖാ വീട്ടുപേരുകൾ അറിയപ്പെടുന്നവരെ ആരെയും പ്ലാത്തോട്ടമായിട്ട് അറിയപ്പെടുന്നില്ല. നിങ്ങളെവിടെ ചെന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബാംഗമായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ കുജിരിയ P. ഐസക്. അദ്ദേഹം വന്നു, അച്ഛനായിരുന്നു അവിടെ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. അന്ന് അന്വേഷിച്ചിട്ട് ആരെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ പാലംപൊയ്യിൽ നിന്ന് ഇതുപോലെയുള്ള 100 കണക്കിന് വീട്ടുപേരുകളുള്ള പകലമറ്റത്തിന് ഞാനിവിടെ സഹചരിക്കുന്നതുകൊണ്ട് പറയല്ല, ഒരു ഗുണമുണ്ട്. അവർ പകലമറ്റത്തിലായ ഒരു 5 വീട്ടുപേരെങ്കിലും കഴിഞ്ഞാൽ അവർ പകലമറ്റം തീർക്കാതിരിക്കുകയാണ്. നമ്മൾ പ്ലാത്തോട്ടമോ കാളികാവോ പറയാറില്ല. അതിൻ്റെ ഒരു ബലഹീനത നമുക്കുണ്ട്. എനിക്ക് മാത്രമേ ഇതറിയത്തുള്ളൂ. ഞാൻ പ്രായമായി. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുടുംബങ്ങളില്ല, ഈ 200 ശാഖക്കാരെയും നിങ്ങൾ ആരും അറിയുന്നില്ല. പലപ്പോഴും ഇവിടെ തന്നെ എത്രയോ വീട്ടുകാരുണ്ട്. ഒരാളെ ഞങ്ങൾക്ക് പുറത്തു പോയാൽ അറിയത്തില്ല. പ്ലാത്തോട്ടം എന്ന് പറയുന്ന രീതിയിൽ അറിയാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഞാനൊരു 50 കൊല്ലം മുമ്പ് മുതൽ എൻ്റെ അമ്മ മുതൽ നിങ്ങളുടെ എല്ലാ വീടുകളിലും, ഈ കരക്കാട്ട് കുടുംബത്തിൻ്റെ എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. ഞാൻ 1-2 ദിവസം എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ നിങ്ങളുടെ വീടുകൾ മുഴുവൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിചയം എനിക്കുണ്ട്. അന്ന് ഞാൻ 1982 ഞാൻ പത്തനംതിട്ടത്താണ്. പക്ഷെ നമ്മുടെ ശാഖയല്ല. നമ്മുടെ 200 വീട്ടുപേരുകളും നമ്മുടേതല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഞാൻ പറയാം, പ്ലാത്തോട്ടം ഭരണങ്ങാനത്ത് 40ഓളം കുടുംബങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ട് ശാഖ വിവിധ വീട്ടുപേരിൽ അറിയപ്പെടുന്നുണ്ട്. എലന്തൂര് 60 വീട്ടുപേര് എനിക്കറിയാം. എലന്തൂര് ഇതെല്ലാം മാണിയുടെ മക്കളെയാണ് എലന്തൂരും ഭരണങ്ങാനത്തുള്ളത്. അതും 60 വീട്ടുപേരിൽ ഉള്ള ആൾക്കാരെ എനിക്കറിയാം.
മറ്റേ ഇട്ടിച്ചെറിയയ്ക്ക് വളരെ കൂടുതൽ പിള്ളേരുള്ളത് കാരണം കാരിക്കാട്ടുകാരും അമ്പാട്ടുകാരും താന്നിക്കപ്പുറത്തോട്ടുകാരും ഇങ്ങനെ ഒത്തിരി വീട്ടുപേരില്ല ഓരോ മക്കളുടെയും. ഞാൻ പുതുപ്പള്ളിയിലും ചാലുവയിലും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ എല്ലാ ശാഖകളിലെയും ഇട്ടിച്ചെറിയുടെ മക്കളുടെ എല്ലാ ശാഖകളിലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുനവേലിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ചിരിയപ്പിയ ഐസക്കിൻ്റെ അനിയനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശാഖകളെ തീർച്ചയായിട്ടും ഞാൻ അടിച്ചു തന്ന എനിക്ക് 200 വീട്ടുപേര് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വന്നവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തണം. പിന്നെ ഓരോ കുടുംബയോഗം പ്രസിഡന്റുമാർ നമ്മൾ ഇതിൻ്റെ ഒരു വാർത്താ ശകലമായിട്ട് നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് റിപ്പോർട്ടൊന്ന് കൊടുക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബയോഗത്തിനോട് പ്ലാത്തോട്ടം കുടുംബത്തിൻ്റെ ശാഖയോട് അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ തരാം. ഈ 200 വീട്ടുപേരിലുള്ളവരുടെയും അഡ്രസ്സോ എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ രൂപം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പ്ലാത്തോട്ടം കുടുംബത്തിൻ്റെ നമ്മുടെ പ്ലാത്തോട്ടം കുടുംബം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു നിലയ്ക്കൽ നിന്നാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ ഒത്തിരി നിലയ്ക്കൽ നിന്ന് വന്ന കുടുംബക്കാരുണ്ട്. നിലയ്ക്കൽ അജിറ്റേഷനോട് കൂടി നമ്മൾ മാത്രമേ നിലയ്ക്കൽ നിന്ന് ഒരു ദീപശിഖാപ്രയാണം നടത്തുവാനായിട്ട്, അതിനും നിങ്ങളെ ഞാൻ അഭിമാനിക്കുന്നത്. റാന്നിക്കാരുടെ സഹായത്തോടെ നമ്മൾ 1998 100 വണ്ടിയുടെ അകമ്പടിയോടുകൂടി ദീപശിഖ പ്രയാണം നടത്താനും ഭരണങ്ങാനത്തെത്തുവാനും സാധിച്ചു. അതിനുശേഷം 2001 നമ്മൾ മാത്രമേ ഈ നിലയ്ക്കൽ നിന്ന് കുടിയിറങ്ങിയവർ ഒരു കുടുംബയോഗം നടത്തിയിട്ടുണ്ട്. 12,000 പേരെ അച്ചായനും മാമച്ചായനും രാജനും ഒക്കെ അതിനകത്ത് ഈ ഭക്ഷണത്തിനും എല്ലാ കാര്യങ്ങളും നടത്തിയത് കൊണ്ടാണ് അത് സാധിച്ചത്. ഈ റാന്നിൽ നിന്നുള്ള ബന്ധം കൊണ്ടാണ് അത് സാധിച്ചത്. അത് തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിലയ്ക്കൽ ഏക കുടുംബം നമ്മൾ മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മൾ ദേശീയങ്ങളുടെ രൂപ കണ്ണങ്ങാനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ അച്ഛന്മാരില്ല, ഇപ്പം ഓരോരുത്തർ അവിടുന്ന് വന്നവരാണ്, ഞങ്ങൾ കൊടുത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇങ്ങനെ കാലക്രമത്തിൽ ഉണ്ടാകുന്നൊരു ഫണ്ടാണ്. പക്ഷേ അവിടെയുള്ള അച്ഛന്മാർക്കില്ല. ഈ 1000 വർഷത്തിന് എന്നോട് വടക്കലച്ചൻ വിളിച്ചേച്ച നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ എല്ലാ വൈദ്യരെയും ക്ഷണിച്ചിരുന്നു. 1000 വർഷത്തിന് ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ ഒരു അംഗീകാരമാണ്. നമ്മുടെ ദേശീയ കൊടുത്തതിൻ്റെ ഒരു ആദരവാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബം ചെയ്തിട്ടുണ്ട്. കേരളം മുഴുവനുണ്ട്, ലോകം മുഴുവൻ നമ്മുടെ കുടുംബമുണ്ട്. മലേഷ്യയിലെ ജഡ്ജിയൊക്കെ ആയിട്ടിരിക്കുന്ന വടക്കേത്ത് കുടുംബക്കാരനാണ്. അവരുടേതായ വടക്കേത്ത് കുറിയന്നൂർ ശാഖയുടെ കുടുംബയോഗങ്ങൾ മലേഷ്യ നടക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ആ പാരമ്പര്യവും ഇതെല്ലാം നിലനിർത്തുവാൻ നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ആദരണീയനായ ജോസച്ചൻ, കാരക്കാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ജിജിയച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ചോദിച്ച എൻ്റെ ക്ഷണപ്രകാരം ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, കാരക്കാട്ട് കുടുംബയോഗം ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുൻപ് പ്രതിസ്ഥാനം പ്ലാത്തോട്ടം മൂലകുടുംബത്തിൽ നിന്നും അവിടുത്തെ ആരംഭം ഉൾക്കൊണ്ടുകൊണ്ട് റാന്നിയിലുള്ള പിതാവിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് കുടുംബയോഗം കൂടുവാനുള്ള അവസരമുണ്ടായി. അതിനുശേഷം പ്ലാത്തോട്ടത്തിൽ നിന്ന് മാറി താമസിക്കുന്ന പല കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുകയും അവരുടെ ബന്ധങ്ങളിലൂടെ പ്ലാത്തോട്ടം കുടുംബം ശക്തമാക്കി തീർക്കുന്നതിന് ഞങ്ങളാൽ ആവോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് അമ്പാട്ടെ അപ്പൂച്ചായന്, കുട്ടപ്പൻ സാറ്, അതുപോലെ തന്നെ മണർകാട്ട്
തലപ്പാടിയിലുള്ളവർ, നമ്മുടെ തെങ്ങമ്പള്ളിയിലെ ജോസാറ്, അതുപോലെ നമ്മുടെ പ്ലാത്തോട്ടത്തിലെ ശാഖാ കുടുംബത്തിൽ നിന്നും മൂല കുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്ന തറപ്പേലി ഔസേപ്പച്ചനെ, അങ്ങനെയുള്ള ധാരാളം പേരെ ഇപ്പോൾ പേരെടുത്ത് പറയത്തക്കവണ്ണം എനിക്ക് ഓർമ്മയില്ല. എല്ലാവരെയും പോയി കാണുവാനും അവരുടെ കുടുംബയോഗങ്ങളിലൊക്കെ പോയി സഹകരിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ജോയിച്ചാനിവിടെ ഓർപ്പിച്ചതുപോലെ പ്ലാത്തോട്ടത്തിലെ മാണി ഇട്ടിച്ചെറിയ എന്ന 2 പിതാക്കന്മാരുടെ സന്തത പരമ്പരകൾ മധ്യ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ഇട്ടിച്ചെറിയായുടെ മക്കളുടെ എല്ലാവരുടെയും അഡ്രസ്സ് കളക്ട് ചെയ്യുവാനും അവരുമായി ബന്ധപ്പെടുവാനും ഒക്കെ പലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിലയ്ക്കൽ നിന്നും ഒരു ദീപശിഖാ പ്രയാണം നടത്തുവാൻ കാരക്കാട്ട് കുടുംബത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ശക്തമായിരുന്നു. അന്ന് അതിന് നേതൃത്വം കൊടുത്ത പിതാക്കന്മാരിൽ പലരും ഇന്ന് കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ എബ്രഹാം മാമൻ, അതായത് ഞങ്ങളുടെ ചത്തോകര ചോദിച്ചാൽ ശക്തമായിട്ട് നേതൃത്വം കൊടുത്താണ് അന്ന് നിലയ്ക്കൽ നിന്ന് ദീപശിഖയുമായിട്ട് ഞങ്ങൾ പാലായി പോയതും അവിടെ കുടുംബയോഗം നടത്തുവാൻ സാധിച്ചതും. അതിനുശേഷം കൊറോണ വന്നു, മറ്റു പല പ്രശ്നങ്ങളാൽ കുടുംബയോഗം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കാരക്കാട്ട് കുടുംബയോഗം നടത്തുന്നുണ്ട്. ജോയിച്ചാനെയും മറ്റുമൊക്കെ വിളിക്കുന്നുണ്ട്. അവരാരും തന്നെ അവരുടെ പലവിധമായ ഔദ്യോഗിക കാര്യങ്ങൾ കൊണ്ട് വരുന്നുമില്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ കാരക്കാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ജിജിയച്ചന് ഇലന്തൂർ വലിയ പള്ളിയുടെ വികാരിയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് അടുത്ത മാസം 1-ാം തീയതി കറ്റാന ഹോസ്പിറ്റലിലേക്ക് മാറ്റമാണ്. അതുകൊണ്ട് 1-ാം തീയതി നടക്കേണ്ട കുടുംബയോഗം ഞങ്ങൾ 11-ാം തീയതിക്ക് മാറ്റി. അക്കാര്യങ്ങളൊക്കെ ജോയിച്ചാനെ സമയബന്ധിതമായിട്ട് അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഇന്നൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുവാൻ തീരുമാനിച്ചു. അപ്പോഴേ നമ്മുടെ പ്ലാത്തോട്ടം കുടുംബത്തിലുള്ള ആൾക്കാർ കഴിവതും ഇന്നത്തെ റാന്നിയിൽ വരികയാണെങ്കിൽ നമ്മുടെ മൂലകുടുംബവുമായിട്ടുള്ള നമ്മുടെ ശാഖാ കുടുംബങ്ങളുടെ ബന്ധം ശക്തമാക്കുന്നതിനും ആ ബന്ധത്തിലൂടെ പഴയകാല പ്രൗഢിയോടും ഗാംഭീര്യത്തോടും കൂടെ കുടുംബയോഗം നടത്തുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇന്നിവിടെ ഇപ്രകാരം ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. ഈ യോഗത്തിന് ആൾക്കാരെ വിളിച്ചതും ഇതിൻ്റെ ക്രമീകരണം എല്ലാം ജോയിച്ചാനാണ് ചെയ്തേക്കുന്നത്. ജോയിച്ചാൻ ഇപ്പം അല്പം പുറകോട്ട് വലിഞ്ഞിരിക്കുക. കാരണം പാലായിൽ നമുക്ക് അച്ഛന്മാരുണ്ട്. പഴയ കാലത്തെ കുടുംബയോഗത്തിനൊക്കെ പ്രായമുള്ള അച്ഛന്മാരൊക്കെ നേരത്തെ വന്ന് കുടുംബയോഗത്തിന് ഇവിടെയും ഞങ്ങളുടെ കാരക്കാട്ട് കുടുംബയോഗത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് ജോസച്ചൻ എത്തി. ജോസച്ചനോട് വളരെ സ്നേഹവും ആദരവും ഉണ്ട്. എല്ലാ സ്നേഹാദരവങ്ങളോടും കൂടെ അച്ഛനെ ഏറ്റവും ധന്യമായി യോഗത്തിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ജേക്കബ് ജോർജ് അച്ഛൻ വരാൻ താമസിച്ചു. എലന്തൂർ മാർത്തോമ വലിയ പള്ളിയുടെ വികാരിയാണ്. അച്ഛനായിരുന്നു കാരക്കാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ്. കാരക്കാട്ട് കുടുംബയോഗത്തിന് വേണ്ടുന്ന നേതൃത്വം നൽകി മുൻപോട്ട് കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചു. അച്ഛൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ജിജു മാത്യൂസ് അച്ഛന് കൈമാറിയിരിക്കുകയാണ്. ഈ ജേക്കബ് ജോർജ് അച്ഛൻ ഇന്ന് അല്പം താമസിച്ചാണെങ്കിലും യോഗത്തിൽ എത്തിച്ചേർന്നു. അച്ഛനോട് വളരെയധികം ബഹുമാനവും സ്നേഹവുമുണ്ട്. ഏറ്റവും കൃത്യമായി അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം. പിന്നെ ഞങ്ങളുടെ ഈ കുടുംബയോഗത്തിന് ഞങ്ങളുടെ പിതാക്കന്മാരെ അന്ന് കാലത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ചെറുവാഴക്കുന്നേൽ, ഞങ്ങളുടെ പൂവക്കുളത്ത്, താന്നിമൂട്ടിൽ, ചെത്തോങ്കര, പുന്നമൂട്ടിൽ, കാരക്കാട്ട്, വെള്ളാറമല ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ പിതാക്കന്മാർ വളരെയധികം ശക്തമായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമാണ് 1820 ശേഷം ഈ റാന്നിയിൽ താമസമാക്കിയിട്ടുള്ള കാരക്കാട്ടുകാരെയെല്ലാം ഒന്ന് യോജിപ്പിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഏതാണ്ട് ഒരു 60 വർഷത്തിന് മുൻപാണ് പ്ലാത്തോട്ടം കുടുംബവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കുടുംബ പുസ്തകം എഴുതി ഞങ്ങൾ കുടുംബയോഗം ആരംഭിക്കുന്നത്.
അന്ന് ഉണ്ടായിരുന്ന പല പിതാക്കന്മാരും കാലയവനിക്കുള്ളിൽ മറന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ വളരെ ചുരുക്കം ആൾക്കാരാണ്. അതിൽ ഞങ്ങളുടെ ചത്തോമിനെ ചോദിച്ചായി, അതായത് എബ്രഹാം മാമൻ, അതുപോലെ PC ഫിലിപ്പ് കുന്നമൂട്ടിൽ, അതുപോലെ PJ ഫിലിപ്പ് പൂവക്കുളത്ത്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിനുശേഷമുള്ള തലമുറയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേര്. ഞങ്ങൾക്ക് ഇതിന് ശക്തി പകരുവാനുള്ള ആരോഗ്യ ഊർജവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പല കുടുംബത്തിൽ നിന്നും ആൾക്കാർ വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്കവണ്ണം എനിക്ക് ഓരോരുത്തരെയും പരിചയമില്ല. വന്നു ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ കാറ്റക്കാട് കുടുംബത്തിൻ്റെ പേരിൽ ഉള്ള സ്വാഗതം അറിയിക്കുന്നു. ഈ യോഗം ഒരു ആരംഭമായിട്ടല്ല, കാരണം ഇടക്കാലത്ത് നമ്മൾ തുടങ്ങിയതാണ്. ഇത് ശക്തമായിട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. സ്നേഹമുള്ള JK തോമസ് അച്ഛ, ഇതിൻ്റെ എല്ലാം പിന്നെ പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള ജോയിച്ചൻ പ്ലാത്തോട്ടം, വേദിയിരിക്കുന്ന വിവിധ കുടുംബ യോഗത്തിൻ്റെ പ്രസിഡന്റുമാർ, വിവിധ പ്രത്യേകിച്ച് കാരക്കാട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൊച്ചായിരുന്നപ്പോൾ വലേറിയച്ചനെ ഓർക്കുന്നുണ്ടായി. വലേറിയച്ചന് പ്ലാത്തോട്ടത്ത് വലേറിയച്ചനാണ് ഇവിടെ വന്നതെല്ലാം ആദ്യത്തെ യോഗം സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അജ്ഞാച്ചനായപ്പോൾ എന്നെ വന്ന് സ്നേഹത്തോടെ ആശ്ലേഷിച്ച് പ്ലാത്തോട്ടം കുടുംബത്തിലെ ഒരു ശാഖ ഭരണങ്ങാനത്തുനിന്ന് 6 മീനച്ചിലാറിൻ്റെ അക്കരയ്ക്ക് പോയി, തറപ്പേൽ എന്നുള്ള വീട്ടുപേര്. ആ തറപ്പേൽ മൂല തറവാടിരിക്കുന്നിടത്തു നിന്നാണ് അസബ്ജനങ്ങൾ വന്നിരിക്കുന്നത്. തറപ്പേ കടവ് എന്ന് പറയും അവിടെ ഉള്ള. തറപ്പേൽ കുടുംബവും അവിടെ കിഴവറയാർ ഭാഗത്ത് നന്നായിട്ടുണ്ട്. അവിടുന്ന് ഉള്ള കാരണന്മാരിലൊരു കൂട്ടർ കാഞ്ഞിരിപ്പള്ളിക്കും ഈരാറ്റുപേട്ടയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലം ചെമ്മനമറ്റം, ചേരാനി എന്ന് പറയും, അങ്ങോട്ട് പോയി. അവിടെ ഞാൻ കിഴവറയാറ്റിലോട്ട് കിഴവറയാറ്റി എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മൂത്തയാളായതുകൊണ്ട് ചെമ്മനമറ്റത്തോട്ട് പോകുന്നത്, ചെമ്മനമറ്റം ഇടവക അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഈ പ്ലാത്തോട്ടം കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആണ് തറപ്പേൽ കുടുംബം നിൽക്കുന്നത്. തറപ്പേൽ കുടുംബത്തിൽ നിന്ന് വേണ്ട തറപ്പേൽ പനശിക്കൽ കുടുംബമുണ്ട്, വീണ്ടും ഇങ്ങേക്കരയ്ക്കിലൂടെ വന്ന് അതിലെ പ്ലാത്തോട്ടം തറവാടും ഒക്കെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെല്ലാം ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് വലേറിയച്ചന്, അതിനെ തുടർന്ന് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോയിച്ചായനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എൻ്റെ ത്യാഗസന്നദ്ധനായിട്ട് നിൽക്കുന്ന ജോയ് തോമസിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നമിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്സാഹവും താല്പര്യവുമാണ് ഈ നമ്മുടെ ചരിത്രം ഇത്രമാത്രം പഠിക്കാനും ഇത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ചരിത്രം നമുക്ക് എത്രയും വേഗം ഒരു പുസ്തകമാക്കി കുറേ കൂടെ അടുത്ത തലമുറയ്ക്ക് ഇത് മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിനെ സംവിധാനം ചെയ്യാൻ കഴിവുള്ള ആളാണ് ജോയിച്ചായനും അതുപോലെ തന്നെ ഇവിടെയുള്ള നിങ്ങളെല്ലാവരും. ഇപ്പം നമ്മുടെ കാരണവന്മാർ അന്ന് ഭരണങ്ങാനത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോയെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെല്ലാവരും അങ്ങ് അമേരിക്കയും കാനഡയും ന്യൂസിലൻഡും ഈ പറഞ്ഞിരിക്കുന്ന പോലെ മലേഷ്യ ഉൾപ്പെടെ ലോകം മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാരണവന്മാർ കേരളത്തിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ റാന്നിയിൽ നിന്ന് വന്നവരാണ്, ഭരണങ്ങാനത്ത് നിന്ന് വന്നവരാണെന്ന് അന്നത്തെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ആ ഒരു അറിവുണ്ടാകണമെങ്കിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാരണവന്മാരായ നമ്മളെല്ലാവരോടും ചേർന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വല്യപ്പൻ ഈ മാമച്ചായനെ പോലെ ജുബയൊക്കെ ഇട്ട വല്യപ്പനായിരുന്നു. പാപ്പച്ചൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തറപ്പേ നെരിപ്പാറ പാപ്പച്ചൻ എന്ന് പറയും, തറപ്പേ കുടിത്തറപ്പേ പാപ്പച്ചൻ എന്ന് പറയുന്ന അവസരജനങ്ങളുടെയൊക്കെ 2 പാപ്പച്ചന്മാരാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാരണന്മാർ, ഇപ്പോൾ വല്യച്ചാച്ചൻ എനിക്ക് നമ്മുടെ കാരണന്മാരുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് എഴുതി വെക്കുന്ന സംവിധാനമൊന്നുമില്ല, എല്ലാം വാമൊഴിയാണ്. ഇപ്പോൾ വാമൊഴി മാത്രം പോരാ, വരമൊഴി വേണം, എഴുതണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം എഴുതാനും കമ്പ്യൂട്ടറെ കയറ്റാനും സോഫ്റ്റ്വെയറും പണ്ടത്തെ പോലെ ചെതിരി പിടിച്ചൊന്നും പോയല്ലോ പുസ്തകമൊന്നും. അപ്പോൾ നമുക്ക് അതിനുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിലേക്ക് വരണം. അതിന് നമ്മൾ യുവജനങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ അതിന് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാരണവന്മാരൊക്കെ നല്ല സാമർഥ്യമുള്ളവരായിരുന്നു, എല്ലാ തരത്തിലും എല്ലാ കാലഘട്ടത്തിലും. ആ സാമർഥ്യം ഈ തലമുറയിലുള്ളവരും അത് കാണിക്കണം.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിവിധ വകുപ്പുകളിൽ അച്ഛന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ സഭയുടെ നേതൃത്വ നിരയിലുള്ളവരുണ്ടായിരുന്നു, രാഷ്ട്രീയപരമായിട്ട് കഴിവുള്ളവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെ കാരണവന്മാർ വളരെ സമർത്ഥരായ പാരമ്പര്യമുള്ള ഒരു തലമുറയായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്കത് അഭിമാനിക്കാം. അപ്പോൾ ആ ഒരു കൂട്ടായ്മ നമുക്ക് നിലനിർത്താനായിട്ട് ഇതുപോലുള്ള കൂടിവരവുകൾക്ക് ഇടയാകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് വളരെ തിരക്കുള്ള സമയമായിരുന്നു. എന്നെ പലപ്പോഴും ചോദിച്ചാൽ വിളിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ച് എന്നെ അവിടെ വന്ന് കൊണ്ടുവന്ന് തിരിച്ച് സമയത്ത് കൊണ്ട് വിട്ടോളാന്നൊക്കെ പറഞ്ഞ് വളരെ താല്പര്യം എടുത്തത് ചോദിച്ചാനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ കൂട്ടായിട്ട് നമ്മുടെ ഈ വിവിധ എല്ലായിടത്തുമുള്ള കുടുംബങ്ങളെ ചേർത്ത് നിർത്തി പ്ലാത്തോട്ടത്തിൽ നിന്ന് വന്ന നമ്മുടെ കാളികാവുമായി ബന്ധപ്പെട്ട തലമുറകളെല്ലാം ചേർത്ത് നിർത്തി നമുക്ക് നമ്മുടെ ചരിത്രം നമുക്കെല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ നമ്മളൊന്ന് ക്രമീകരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് 2 അച്ഛന്മാരെ ഞാൻ ആദ്യം കാണുന്നതാണ്. ജിജി അച്ഛന്, അതുപോലെ തന്നെ ജേക്കബ് തോമസ് അച്ഛൻ, ജേക്കബ് ജോർജ് അച്ഛൻ. ജോർജിൻ്റെ പെരുന്നാളാണ് ഇന്ന്. ജോർജ് എന്ന ഗീവർഗീസിൻ്റെ പെരുന്നാളാണ് ജോർജിൻ്റെ. അപ്പോൾ ജോർജുമാരുണ്ടെങ്കിൽ എല്ലാവർക്കും പെരുന്നാൾ. എൻ്റെ അനുജൻ്റെ മകനും അച്ഛനുണ്ട് അടുത്ത തലമുറയിൽ. അച്ഛൻ്റെ പേര് ജോർജാണ്. ഇപ്പോൾ അറക്കളം പള്ളിയിൽ അസേന്തിയാണ്. കഴിഞ്ഞ വർഷമാണ് അച്ഛനായി തീർന്നത്. അപ്പോൾ തറപ്പേ കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോടുണ്ട്. വേറെ തറപ്പേ കുടുംബത്തിൽ 3-4 അച്ഛന്മാരുണ്ട്. വേറൊരു അച്ഛന് അമേരിക്കയിലുണ്ട്, ടെക്സാസിലാണ്. അവിടുത്തെ പ്രൊവിൻഷ്യാളൊക്കെ ആയിട്ട് അമേരിക്കയിലെ MSF സഭയുടെ പ്രൊവിൻഷ്യാളൊക്കെ ആയിട്ട് അച്ഛൻ അവിടെ ഉണ്ട്. അവിടെ ഒരു കൗൺസിലിംഗ് സെൻ്ററൊക്കെ നടത്തുകയാണ്. വേറെയും നമുക്ക് പ്ലാത്തോട്ടത്തിലൊക്കെ നമ്മുടെ ഒത്തിരി അച്ഛന്മാരുള്ള സിസ്റ്റേഴ്സൊക്കെ ഉള്ള കാർന്നവന്മാരുടെ മക്കളാണ് നമ്മൾ. ഇനി അടുത്ത തലമുറ ആ വിശ്വാസം നഷ്ടപ്പെടാതെ, അച്ഛൻ പറഞ്ഞ പോലെ, ജീജൻ പറഞ്ഞ പോലെ, നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങൾ. ഞാനൊരു കൊച്ചു കാര്യം എടുപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ. കഴിഞ്ഞ ദിവസം TV യിൽ ഇങ്ങനെ ഒരു സർവേ നടത്തി. ഒരു 1000 പേരെ ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും എല്ലാം കൂടി സ്റ്റഡി നടത്തിയിട്ട് ദീർഘായുസ്സും സന്തോഷം മനുഷ്യനുണ്ടാകാനായിട്ടുള്ള രഹസ്യം, അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നാണ് അതിൻ്റെ ചർച്ചയുടെ വിഷയം. അപ്പോൾ അത് അവർ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചത് പണമല്ല, സൗന്ദര്യമല്ല, വിദ്യാഭ്യാസമല്ല. എന്നിട്ട് അവസാനം അവർ പറഞ്ഞത് നല്ല ബന്ധങ്ങൾ ഉള്ളവർക്കാണ് ദീർഘായുസ്സും സന്തോഷം ഉണ്ടാകുന്നത്. ശരിയത്. നല്ല ബന്ധം നമുക്കുണ്ട്. എന്തിനാ പൈസ? പിന്നെ കാര്യം നടത്താൻ നമുക്ക് ബന്ധമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെട്ടവരവിടെ ചെയ്തോളും. മനസ്സിലായി? അപ്പോൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബന്ധങ്ങൾ പ്രധാനപ്പെട്ടാണ്, കുടുംബ ബന്ധങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ, നമുക്ക് ഇവിടെ നിന്നൊരു ഫോൺ വിളിച്ച് അമേരിക്ക കാര്യം നടക്കണേ, നമ്മുടെ സ്വന്തക്കാരവിടെ ഉണ്ട്, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ആ ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അതുകൊണ്ട് ദൈവാനുഗ്രഹം നമ്മുടെ ബന്ധങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഇവിടെ കുടുംബയോഗം ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ടത് ബഹുമാനപ്പെട്ട വലിയച്ഛനെയും CK വർഗീസ് അച്ഛനെയും പാലായിൽ നിന്ന് വന്ന ജോണച്ചനെയും പിന്നീട് നമ്മോടൊപ്പം നിരന്തരമായ എല്ലാ വർഷവും ഒന്ന് പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെയും ഒക്കെയാണ്. അവരെല്ലാം കാലയവനിക്കുള്ളിലേക്ക് നിറഞ്ഞ് ഭർത്തൃസംഘത്തിലേക്ക് ചേർക്കപ്പെട്ടു. അവരുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വലിയച്ഛനെ നമ്മുടെ CK വർഗീസിനെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അത്രയും തേജസ്സുള്ള ഒരെണ്ണം പോലും പിന്നീട് ഉണ്ടായിട്ടുമില്ല. അത്ര അവർ നല്ല സമയമായിരുന്നു. പിന്നീട് വന്നതായ ജോർജ് അച്ഛനുമായിട്ടൊക്കെ നമുക്ക് നല്ല സ്നേഹബന്ധമായിരുന്നു. കാരണം എല്ലാ കുടുംബയോഗത്തിനും അച്ഛൻ സംബന്ധിക്കായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ മൂഴിക്കലെ തമ്പിച്ചാനും താഴ്ത്തല്ലത്തെ പ്രിയപ്പെട്ടവരും കാര്യമായിട്ട് സഹോദരന്മാരും ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച്, എനിക്ക് അറിയാവുന്നവരുടെ പേരൊക്കെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, ഒരുമിച്ച് നമുക്കെന്താ കൂടുവാനിടയായി. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ജിജിയച്ഛൻ ഓർമ്മിപ്പിച്ചല്ലോ സങ്കീർത്തനം, ഇതാ സഹോദരന്മാർ ഉത്തരമ്പിച്ച് വസിക്കുന്ന അത്ര ശുഭവും അത്ര മനോഹരവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാളികാവ് കുടുംബത്തിൻ്റെ പ്ലാത്തോട്ടം ശാഖയുടെ വിവിധ ശാഖകൾ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും ഒറ്റപ്പെട്ടിരിക്കാതെ നമുക്കെല്ലാവരും കൂടെ ഒത്തുചേരുന്ന
ആ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് സുന്ദരമായ അനുഭവമാണ്. അത് നിലനിർത്തുകയും ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇത് തന്നെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നതായ അനുഭവം, ഭിന്നതകളില്ലാതെ ആ ഒരുമയുടെ അനുഭവം, ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ അനുഭവം, അത് നമ്മുടെ ഈ മഹാകുടുംബത്തിന് സംജാതമാകണം. ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. അതിനെ നമുക്ക് വീണ്ടെടുക്കണം. ഒരുമിച്ച് വർദ്ധിക്കുവാൻ, ഒരുമിച്ച് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം ഉള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന ആശംസയുടെ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ മോശമായിരിക്കും. ഓരോ വിവിധ ശാഖകളെ പരിചയപ്പെടാം, അതനുസരിച്ച് അത് ആശംസകൾ അർപ്പിക്കാം. ഭരണങ്ങാനം പ്ലാത്തോട്ടത്തിൽ നിന്നുള്ള ഒരു ശാഖ, ഞാൻ ഭരണങ്ങാനം പ്ലാത്തോട്ടത്തിൻ്റെയാണ്. ജോസച്ചനും പ്ലാത്തോട്ടത്തിൻ്റെ ആയിട്ട് സംസാരിച്ചു. ഇനി വേറൊരു കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റുണ്ട്. കൂടി 2-4 സെൻറ്റൻസ് പറയാം എന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒരുപാട് ആളുകളെ എനിക്ക് ഇവിടെ പരിചയപ്പെടാനും കാണാനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആ വർഷങ്ങൾ കൂടി കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും ഒക്കെ പറ്റുന്നത് ഈ കഴിഞ്ഞ് പിന്നെ വലിയ പടങ്ങളോടൊക്കെയുള്ള പുസ്തകം രണ്ടാമത് ഇറങ്ങി. അപ്പോൾ ഒരു കുടുംബ പുസ്തകമായിട്ടാണ് ആ കുടുംബത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. അന്ന് ജോയിച്ചിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് തെങ്ങമ്പള്ളി കുടുംബത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ വീട്ടുപേരുകളുടെ എണ്ണം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. തെങ്ങമ്പള്ളി കുടുംബയോഗത്തിലാണെങ്കിലും വാഴജാരി കുടുംബം അതിൻ്റെ ഒരു ഭാഗമാണ്, കാര്യാങ്കൽ കുടുംബം അതിൻ്റെ ഭാഗമാണ്. തെങ്ങമ്പള്ളി വാഴജാരികൾ കാര്യാങ്കൽ കൂടെ കൂടിയാണ് തെങ്ങമ്പള്ളി കുടുംബയോഗം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീടുകളുണ്ടെങ്കിലും നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ കൈവിരലിലുണ്ടാനുള്ള ആളുകളെ കാണുള്ളൂ. അവർ ഉത്സാഹിച്ചാൽ മതി ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് ഞാൻ തരുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മഹാകുടുംബയോഗത്തിൻ്റെ പരമാത്മാവെന്ന് ഞാൻ പറയുന്നില്ല. പരമാത്മാവെന്ന് പറയുമ്പോൾ സാക്ഷാൽ ദൈവമാണ്. ജീവാത്മാവ് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ അതിന് സജീവമായിട്ടുള്ള നേതൃത്വം ദശവർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട എന്നേക്കാൾ മുതിർന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മഹാകുടുംബയോഗത്തിലെ സജീവ സാന്നിധ്യമായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെരന്തൂർ പ്ലാത്തോട്ടം ശാഖയുടെ ഒരു ഉപശാഖയായ മാക്കാങ്കുന്ന് തെങ്ങന്തറയിൽ കുടുംബയോഗത്തിൻ്റെ പേരിൽ ആദ്യമായി ഞാൻ ഊഷ്മളമായി അഭിവാദ്യം അർപ്പിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇലന്തൂർ പ്ലാത്തോട്ടം ശാഖ മാണി എന്ന് പറയുന്ന പിതാവിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടതാണ്. പ്ലാത്തോട്ടം ശാഖയിലെ മാണി, ഇട്ടിച്ചെറിയ ഈ 2 സഹോദരന്മാർ അവരുടെ ജീവിതം അനലൈസ് ചെയ്യുമ്പോൾ അത് ഇന്ന് നമ്മൾ വിശാല അടിസ്ഥാനത്തിൽ പറയും പ്രവാസ ജീവിതം എന്ന് പറയും. ലോകമെമ്പാടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുന്ന മനുഷ്യരുടെ സന്തോഷങ്ങളും സന്താപങ്ങളുമെല്ലാം പ്രവാസ ജീവിതം എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 സഹോദരന്മാർ, മാണിയെന്നും ഇട്ടിച്ചെറിയെന്നും പേരുള്ള 2 സഹോദരന്മാർ, അവർക്ക് നടക്കാവുന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രവാസത്തിൻ്റെ അതിൻ്റെ നീറുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം വികാരതരളിതവുമായ 2 ജീവിതങ്ങളുടെ നേർ സാക്ഷ്യപത്രങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാത്തോട്ടം മഹാകുടുംബയോഗത്തിൽപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് കൊണ്ട് ഈ ഒരു വേദി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കൂടുതലായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മാണിയുടെ പിൻതലമുറയിൽപ്പെട്ട ഇലന്തൂർ പ്ലാത്തോട്ടത്തിൻ്റെ ഒരു ശാഖയാണ്
മാക്കാങ്കുന്ന് തെങ്ങന്തറയിൽ എന്ന് പറയും. മാക്കാങ്കുന്ന് തെങ്ങന്തറയിൽ എന്ന് പറയുന്നത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള തെങ്ങന്തറയിൽ കൊച്ചിട്ടി ഗീവർഗീസ് കോറപ്പിസ്കോപ്പ ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. പ്രത്യേകിച്ചും യാക്കോബായ പാരമ്പര്യത്തിലെ മുളന്തുരുത്ത് സുന്നകദോസിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ആളായിരുന്നു തെങ്ങന്തറയിൽ കൊച്ചിട്ടി ഗീവർഗീസ് കോറപ്പിസ്കോപ്പ ഒന്നാമൻ. അതിനുശേഷം ഈ പറയുന്ന കുടുംബശാഖയിൽ ഒത്തിരിയേറെ കോറപ്പിസ്കോപ്പമാരും യാക്കോബായ സഭയിലെ ഒരു ബിഷപ്പ് ഗീവർഗീസ് മാർ ബർണബാസ് അടക്കമുള്ള ആൾക്കാരും ഉണ്ടായി. അതിനും ശേഷം സ്വന്തം ജീവിതം തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു താമസശ്രേഷ്ഠനും ഈ തെങ്ങന്തറയിൽ കുടുംബത്തിൻ്റെ മൈലപ്ര ശാഖയിൽ നിന്നുണ്ടായിട്ടുണ്ട്. മൈലപ്ര മാത്യൂസ് റമ്പാൻ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭയിലൊക്കെ വളരെ പ്രസിദ്ധനായ ഒരു താമസശ്രേഷ്ഠൻ. അതീന്ദ്രിയാനുഭവങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതം ഓർത്തഡോക്സ് സഭയിലെ അനേകം വൈദികർക്കും ബിഷപ്പുമാർക്കുമൊക്കെയും വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മാത്യൂസ് റമ്പാൻ്റെ സഹോദരൻ്റെ ഒരു കൊച്ചുമകളാണ് ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജ്. അപ്പം സ്വാഭാവികമായിട്ടും ഒത്തിരിയേറെ വൈദികമായിട്ടുള്ള പാരമ്പര്യമുള്ള ആ പ്ലാത്തോണ്ട കുടുംബത്തിൻ്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തുവാൻ കഴിഞ്ഞ ഒരു ശാഖയാണ് തെങ്ങന്തറയിൽ മാക്കാങ്കുന്ന് തെങ്ങന്തറയിൽ കുടുംബയോഗം. കുടുംബയോഗം നടക്കുന്നുണ്ട്. കുടുംബയോഗം എല്ലാ വർഷവും മെയ് മാസം 11, ഈ വർഷവും മെയ് മാസം 11-നാണ് തെങ്ങന്തറയിൽ ഞങ്ങളുടെ പൂർവ്വപിതാവായിട്ടുള്ള കൊച്ചിട്ടി ഗീവർഗീസ് കോറപ്പിസ്കോപ്പായുടെ, അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന മൽപ്പാനച്ചൻ്റെ, അങ്ങനെയുള്ള കുടുംബത്തിലെ അനേകം വൈദികരുടെ ആ ഒരു ഓർമ്മയെ വഹിച്ചുകൊണ്ട് ആ ഓർമ്മയെ നിലനിർത്തുവാനുള്ള എളിയ ശ്രമമെന്ന പേരിൽ മെയ് മാസം 11-ാം തീയതിയാണ് ഈ ശാഖയുടെ കുടുംബയോഗം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ശാഖയുടേതായിട്ടൊരു കുടുംബ ചരിത്രം കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇത്രയുമാണ് പൊതുവായിട്ട് ഈ ശാഖയെക്കുറിച്ച് പറയുവാനുള്ളത്. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജോയിച്ചാൽ പറഞ്ഞപ്പോൾ സെയിൻറ്റ് തോമസിനെ കുറിച്ച് പറഞ്ഞു. സെയിൻറ്റ് തോമസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒരു ഗോണ്ടഫോറസ് രാജാവിൻ്റെ ചരിത്രം, അത് കഥയാണ്, കഥ, ഗോണ്ടഫോറസിൻ്റെ കഥ, ഗോണ്ടഫോറസും സെയിൻറ്റ് തോമസുമായിട്ടുള്ള ആ ഒരു കഥ. ആ കഥയിൽ ഒരു ഗാദി രാജകുമാരനുണ്ട്. ഗാദി രാജകുമാരന് സ്വർഗത്തിൽ ഒരു നിക്ഷേപം എന്ന നിലയ്ക്ക് ഒരു വീട് പണിയുവാൻ വേണ്ടി സെയിൻറ്റ് തോമസിന് കഴിഞ്ഞതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു കഥ. അതൊരു കഥയാണെന്ന് കരുതി നൂറ്റാണ്ടുകൾ ആൾക്കാർ ചിരിച്ചു തള്ളിയിരുന്നു. ക്രൈസ്തവ വൃത്തങ്ങൾക്ക് പുറത്തുള്ളവർ. അതൊരു ഐതിഹ്യമാണെന്ന്. പക്ഷെങ്കിൽ ഈ കഥയിൽ പറയുന്ന ഗോണ്ടഫോറസും ഈ പറയുന്ന ഗോണ്ടഫോറസ് എന്ന് പറയുന്ന രാജാവിൻ്റെ രാജധാനി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ AD 1-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണെന്നും ആ ഗോണ്ടഫോറസിൻ്റെ നാണയങ്ങൾ വരെ ഈ 20-ാം നൂറ്റാണ്ടിൽ കണ്ടെടുക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിൻ്റെ നേരായ യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് മനസ്സിലാക്കും. അന്ന് വെറും കഥയെന്ന് പറഞ്ഞു തള്ളിയിരുന്ന ഗോണ്ടഫോറസും അദ്ദേഹത്തിൻ്റെ രാജ്യവും ഈ പറയുന്ന മാർത്തോമ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവർ ചരിത്ര പുരുഷന്മാരാണെന്നുള്ള സത്യം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് തെളിയിക്കപ്പെട്ടത്. ഇന്ന് നമ്മളുടെ അറിവ് വെച്ച് കഥകളെന്ന് പറയുന്നത് പലതും നാളെ കൂടുതൽ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കണ്ടെടുക്കുമ്പോൾ ചരിത്രമെന്ന് എണ്ണപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയ 1948 ഇസ്രായേൽ രാജ്യത്തിൻ്റെ സ്ഥാപനത്തോടനുബന്ധിച്ച് കണ്ടെടുക്കപ്പെട്ട ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ ഡിസ്കവറി എന്ന് പറയാവുന്ന രീതിയിലുള്ള ചാവുകടൽ ചുരുളുകളാണ്. തോറ, പഴയ നിയമത്തിന് AD 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പുരാതന രേഖയും ഇല്ല എന്ന്
പേർത്തും പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള ചരിത്ര പണ്ഡിതന്മാരുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ പോലെ, ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പെരുമ്പടവ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ നോവലിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പെന്നോ ദൈവത്തിൻ്റെ ഇടപെടലെന്നോ പറയാവുന്ന രീതിയിൽ ചാവൂക്കടൽ ചുരുളുകൾ കണ്ടെടുക്കപ്പെട്ടു. അതുകൊണ്ട് വ്യക്തമായും മനസ്സിലായി യെശയ്യാവിൻ്റെ പ്രവചനം ഉൾപ്പെടെയുള്ള തോറയിലെ ഈ 39 പുസ്തകങ്ങൾ, എസ്തേറിൻ്റെ ആ ഒരു പുസ്തകം ഒഴിച്ച് ബാക്കിയുള്ളതിൻ്റെ മുഴുവൻ ചരിത്രരേഖകൾ, പുരാതന കയ്യെഴുത്ത് പ്രതികൾ AD-ക്ക് മുമ്പ് ഏതാണ്ട് ആയിരക്കണക്കിന് 2000-ഓളം വർഷം, 2000-ലേറെ വർഷം പഴക്കമുള്ള പുരാതന രേഖകളാണെന്ന് കണ്ടെടുക്കപ്പെട്ടത്. അങ്ങനെ ഒരു ചരിത്രരേഖ കണ്ടെടുക്കപ്പെട്ടത് ചരിത്രത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പുരാവസ്തുപരമായിട്ടുള്ള കണ്ടെടുക്കപ്പെട്ടതായിട്ട് ഇന്ന് വാഴ്ത്തപ്പെടുന്നു. 1-2 നൂറ്റാണ്ട് മുമ്പ് ഇതായിരുന്നു സ്ഥിതി. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അപ്പം ഇന്ന് ചരിത്രമെന്ന് വിശ്വസിക്കാൻ മടിക്കുന്ന പലതും നാളുകളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെങ്കിൽ ചരിത്രത്തിലെ കൂടുതൽ സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെടും. ഗോണ്ട ഫോറസ്റ്റിൻ്റെ കഥയിലെ ഗോണ്ട ഫോറസ്റ്റിനെ. അപ്പം ഇന്ന് പറയാനുള്ളത്, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം അറിവില്ലായ്മയുടെ ഈ ഒരു കാലഘട്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം അറിയുവാൻ നമ്മുടെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടും നമ്മുടെ ആചാരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടും നമ്മുടെ കുടുംബപരമായിട്ട് പൂർവികർ പറഞ്ഞു തന്ന കഥകളിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ടേക്കുള്ള യാത്ര തുടരണം. നമ്മുടെ ഈ യാത്രകൾ ഇന്ന് പ്രവാസ ജീവിതത്തിൻ്റെ നാടുകളിലാണ് നമ്മളും നമ്മുടെ മക്കളുമൊക്കെ. ഇന്ന് ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ഈ പറയുന്ന പ്ലാത്തോട്ട കുടുംബത്തിൻ്റെ അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ ഈ തലമുറയിൽ ആൾക്കാർ കുടിയേറിയിട്ടുണ്ട്. നാളുകളിൽ വേരുകൾ നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് നാം മാറാതിരിക്കണമെങ്കിൽ വേരുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം, നമ്മുടെ പൂർവികരെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആ വേരുകളെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് പകർന്നു തരുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജം വളരെയധികം ശക്തിമത്താണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടണം. എപ്പോഴും ഒന്നും കൂടാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കമ്മിറ്റി യോഗം കൂടുക. അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ നമ്മുടെ വേരുകളെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ അനന്തര തലമുറയ്ക്കും പ്രവാസത്തിലിരിക്കുന്ന ആയിരങ്ങളിൽപ്പെട്ട നമ്മൾക്കും പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ആയിരങ്ങളോട് ചെറുതായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒന്ന് പ്ലാത്തോട്ടം കുടുംബം രൂപീകരിക്കുകയും അതിൽ നിന്നും അതിൻ്റെ ശാഖയായിട്ട് ഇലന്തൂർ തെങ്ങന്തറയിൽ കുടുംബം രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന മണലേൽ കുടുംബമുണ്ട്. മണലേൽ ഞാൻ ആർമിയിലായിരുന്നു. എനിക്ക് കുടുംബയോഗത്തിലൊന്നും സംബന്ധിക്കാനോ എല്ലാവരെയും അറിയുവാനോ പരിചയപ്പെടാനോ ഒന്നും ഒരവസരം ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ ആർമിയിലെ എൻ്റെ സേവനം നിർത്തി മടങ്ങി നാട്ടിൽ വന്ന് താമസമാക്കിയപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു അതിയായ വാഞ്ചയുണ്ടായി. എൻ്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടണമെന്നും അങ്ങനെ ഒരു കുടുംബയോഗം ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ പിതാക്കന്മാരൊക്കെ കുടുംബയോഗത്തിൽ പോയി സംബന്ധിച്ചിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് കേട്ടിട്ടേ ഉള്ളൂ. തുടർന്ന് ഞാൻ വന്നത് മുതൽ ആദ്യം കോൺടാക്ട് ചെയ്ത് ജോയിച്ചാനെയാണ്. ജോയിച്ചാൻ എന്നെ പല കുടുംബങ്ങളിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തി, ഇലന്തൂർ ഭാഗത്തും പലയിടങ്ങളിൽ. അപ്പം അങ്ങനെ ഞാൻ കുറേയേറെ കുടുംബങ്ങളെ പരിചയപ്പെട്ടു. നല്ലൊരു ചരിത്രം ഉണ്ടാക്കണമെന്നും ഈ കുടുംബങ്ങളെ ഒന്ന് കൂട്ടിയോജിപ്പിക്കണമെന്നൊക്കെ എൻ്റെ അതിയായ എൻ്റെ ഹൃദയവാഞ്ച കോവിഡ് സമയത്ത് നഷ്ടമായിപ്പോയി. പിന്നെ നിരാശയായിപ്പോയി. പിന്നെ ഒന്നും പോകാനോ വരുവാനോ ഒന്നും സാധിച്ചില്ല. തുടർന്ന് വീണ്ടും ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അതിലേക്ക് വീണ്ടും തുനിഞ്ഞിറങ്ങുകയാണ് ഉണ്ടായത്. ജോയിച്ചാൻ്റെ പിന്തുണ എനിക്കുണ്ട്, പലരെയും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ ഇലന്തൂർ പ്ലാന്തോട്ടം കുടുംബത്തിലെ ശാഖകളായ കളിയിക്കൽ, തെക്കേ കളിയിക്കൽ, പ്ലാത്തോട്ടം, തെങ്ങുംതറയിൽ ഈ 4 കുടുംബ ശാഖകൾ അവിടെ ഉണ്ടായിരുന്നത് പ്ലാത്തോട്ടത്തിൻ്റെ. ഈ 4 കുടുംബങ്ങളെ കൂടെ ചേർത്ത് ഒരു ചരിത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എനിക്കതിന് വേണ്ട സപ്പോർട്ടുകളൊന്നും കിട്ടിയില്ല. പിന്നീട് ഞാൻ കരുതി എന്നാൽ ഞങ്ങളുടെ മണലേൽ കുടുംബത്തിൻ്റെ മാത്രമായ ഒരു ചരിത്രം ഉണ്ടാക്കി ഒരു കുടുംബയോഗം വിളിച്ചു കൂടണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ മണലേൽ കുടുംബങ്ങളിൽ എവിടെയൊക്കെ വിഭാവനങ്ങളുണ്ടോ മണലേൽ വീട്ടുപേരുള്ളവരെ എല്ലാം കാണുകയും കേൾക്കുകയും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
മണലായ കുടുംബത്തിൻ്റെ ഒരു ചരിത്രം ഇപ്പോൾ എഴുതാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ തെങ്ങുംതറ കുടുംബത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ എല്ലാം പിന്തുണ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അധികം താമസിയാതെ മണലേൽ കുടുംബത്തിൻ്റെതായ ഒരു കുടുംബയോഗം ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സ്വയം വിരമിക്കുന്നു. ചെറുപ്പകാലത്തേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. എനിക്ക് ഇപ്പോൾ 85 വയസ്സ് ആയെന്നാണ് വീട്ടുകാർ പറയുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ വലിയ പിതാവ്, എൻ്റെ പിതാവിൻ്റെ പിതാവ് എന്നെയും കൂട്ടി, എൻ്റെ പിതാവിനെയും കൂട്ടി, ഞങ്ങളുടെ വീട്ടിലുള്ളവരെയും കൂട്ടി ഒരു കുടുംബയോഗത്തിന് പോയ ഓർമ്മ എനിക്കുണ്ട്. അത് താഴത്തിലത്ത് മൂഴിക്കൽ വടക്കേത്തെ കുടുംബത്തിൻ്റെ കുടുംബയോഗമായിരുന്നു. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കുടുംബം ആണ്, കുടുംബയോഗവുമാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് അധികം പേരും ആരുടെ കുറ്റമല്ല, ഇതിനൊന്നും മെനക്കെടാനുള്ള സമയം അന്ന് ഇല്ലായിരുന്നു പലർക്കും. അവരവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ കുറച്ച് താല്പര്യമുള്ള പിതാക്കന്മാരെ, കുറച്ച് ദൈവിക വിശ്വാസമുള്ളവരെ കുടുംബങ്ങൾ കൂട്ടി ഇണക്കി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ള പിതാക്കന്മാർ, അവരാണിങ്ങനെ കുടുംബയോഗമായിട്ടൊക്കെ കൂടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കോവിഡ് കൂടുന്നതിന് മുമ്പ് വരെയും ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ കൂടിയിരുന്നു. താഴത്തിലത്ത്, വടക്കേത്ത്, താന്നിക്കപ്പുറത്തോട്ട്, പ്ലാത്തോട്ടം മുതലായ ശാഖകളെല്ലാം കൂടി ഒരുമിച്ചാണ് ഞങ്ങളുടെ കുടുംബം കൂടിക്കൊണ്ടിരുന്നത്. ഈ കാരക്കാട്ട് കുടുംബം തുടങ്ങിയ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജോയ് സാറും മാമച്ചനും ഒക്കെ കൂടി വരുന്നതിന് വേണ്ടി കുരുവിളയച്ചനുമൊക്കെ, കുരുവിളയച്ചനല്ല CK വർഗീസ് അച്ഛൻ ഒക്കെ ഞങ്ങളോട് ആവശ്യപ്പെടുമായിരുന്നു. പക്ഷെങ്കിൽ വലിയൊരു കൂട്ടമായിട്ട് മാറുമ്പോൾ ഇത് നിന്നു പോകുമോ, ഇത് തുടരുമോ എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്ലാത്തോട്ടം കുടുംബത്തിലെ ശാഖയാണ് ഞങ്ങളും. പക്ഷേ അവിടെ നിന്നും പ്ലാത്തോട്ടമായിട്ടുള്ള ആ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം കാണാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ ജോയിച്ചൻ ഇതിനൊക്കെ ഈ മുൻകൈ എടുത്തപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം, പഴയ കുടുംബമുണ്ട്, അത് നിലനിൽക്കുന്നു, അത് വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ജോയിച്ചൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളപ്പോഴും ഈ കുടുംബത്തിൻ്റെ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നതിന് മനസ്സുണ്ടായില്ല എന്ന് പറയുന്നതിൽ ഖേദിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ കൂടിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ഞങ്ങൾക്ക് നേതൃത്വം തന്നുകൊണ്ടിരുന്നത് KT ജേക്കബ് അച്ഛനും KT ജോർജ് അച്ഛൻ്റെ ബ്രദറും, മൂഴിക്കലച്ഛനും, മൂഴിക്കലച്ഛൻ എന്ന് പറഞ്ഞാൽ MB തോമസ് അച്ഛന്, പിന്നെ താഴത്തിലത്തെ അച്ഛന്മാർ ജോർജ് അച്ഛന്, തോമസ് അച്ഛനൊക്കെയാണ് ഇതിന് കൂടുതൽ പ്രോത്സാഹനം തന്ന് ഞങ്ങളെ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ പുന്നവേലിൽ ഉള്ള ഒരു ശാഖ ഞങ്ങൾക്കുണ്ട്, മുമ്പാട്ടെ ഒരു ശാഖയുണ്ട്, മുല്ലപ്പള്ളി ഭാഗത്തുണ്ട്, താഴത്തിലത്തേതുണ്ട്, വടക്കേത്തുണ്ട്, ചാരുവേലിക്കാർ, ഇങ്ങനെ ഉള്ള ശാഖകൾ ഒരുമിച്ചാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ബുദ്ധിമുട്ട് കാലഘട്ടം കഴിച്ച് ഇനി അത് വീണ്ടും ആവർത്തിച്ചു വരുന്ന കൊണ്ടുപോകണമെന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ എന്നാൽ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഇത് ഏറ്റവും നല്ലത് ഒരു കുടുംബമായിട്ട് പോകുന്നതാണ്. എൻ്റെ പിതാക്കന്മാർ തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിലും എനിക്കിന്ന് ചിന്തയുണ്ട്, നമ്മുടെ കൂട്ടായ്മ വളരെ നല്ലതാണ്. അതിനുള്ളൊരു കാരണമുണ്ട്.
പിതാക്കന്മാർ ഈ വീട്ടുകാരുടെ പേരൊക്കെ പറയുകയും അവിടുത്തെ അപ്പച്ചന്മാരുടെ പേരൊക്കെ പറയുകയും ചെയ്ത് കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മളെല്ലാം ഒരു വീട്ടുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ കുടുംബം രണ്ടാണെന്ന് കഴിഞ്ഞിട വരെ മനസ്സിലാക്കി പോയി. അതൊന്ന് തിരുത്തണം. അതുകൊണ്ടാണ് വിളിച്ച് സെക്രട്ടറിയുടെ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചത്. അവിടെ കാര്യമായിട്ട് മോൻ വന്നിട്ടുണ്ട്, പിന്നെ ഒരിക്കലെ ദത്തോസപ്പച്ചൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളൊക്കെ കടന്നു വന്നതുകൊണ്ടാണ് ഒന്നിച്ച് നിൽക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അത്രയൊന്നും വേണ്ട, ഇത്രയും മതി, ഒതുങ്ങി അങ്ങ് പോയാൽ മതി. അത് പലതിനും നല്ലതാണെങ്കിൽ പോലും കുടുംബ ബന്ധത്തിന് അത് അത്ര ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ സകല സപ്പോർട്ടുകളും തരത്തക്കോണം ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ചരിത്രമായിട്ട് വേണ്ട. അതിന് പകരം ഇപ്പോൾ വടശ്ശേരിക്കര ഇന്ന കുടുംബം, അത് പ്ലാത്തോളം കുടുംബമായിട്ട് ബന്ധപ്പെട്ടാന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ വീട്ടുപേര് മാത്രമേ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരെണ്ണം നമ്മുടെ എല്ലാവർക്കും കൂടെ അത്യാവശ്യം ഒന്നറിയാൻ വേണ്ടിയിട്ട്, കാരണം അടുത്ത ജനറേഷൻ അറിയണമല്ലോ. ഒരു ചാർട്ടോ അല്ലെങ്കിൽ എനിക്ക് വന്ന് ഇപ്പം നമ്മൾ ഈ നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് പൈസ പോലും കളയണ്ട. നമുക്കൊരു പിന്നെ എന്തെങ്കിലും ഒരു മഹായോഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്തെല്ലാം അടിച്ചു കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പൈസ മുടക്ക് പോലും ഇല്ലാതെ എല്ലാവർക്കും മൊബൈലിലും എല്ലാവരും കയറി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ യുവാക്കൾ ഈ അടുത്ത തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത് നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു കാണും IT മേഖലയിൽ. അപ്പോൾ അത് ഒന്ന് ചെയ്യാനായിട്ട് വല്ല മാർഗമുണ്ടോ, ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അവരെ യൂസ് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ ഇതെല്ലാം അറിയാം, ഈ അറിവുകളെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഓർമ്മ ഉള്ളവരെല്ലാം കൂടെ ഇപ്പോൾ കാരണവന്മാരിവിടെ പലരുമുണ്ട്. ആ കാരണവന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടാതെ ഒന്ന് സൂക്ഷിക്കാനൊരു സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വേദിയിൽ ആയിരിക്കുന്നതായുള്ള പ്രിയ അച്ഛന്മാര്, നമ്മുടെ മഹാകുടുംബ യോഗത്തിന്റെ വിവിധ ശാഖകളിൽ പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവർ തന്നെ സദസ്സിലായിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങള്, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നിസ്തുല്യമായ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ 1977 ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്ത് നാട് വിട്ടു. അതിനുശേഷം വിദേശ രാജ്യങ്ങളായിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പല മീറ്റിങ്ങുകളും പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ ഞാനത് ശ്രദ്ധിക്കുകയും നോക്കിക്കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് കുടുംബത്തിലുള്ളവരായിട്ട് ഒത്തുചേരുന്നത്. ഞാൻ സൗദി അറേബ്യയിലെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ അനേക പ്രാവശ്യം ഗൾഫിൻ്റെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കടന്നു പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ ചെറിയ പറക്കുന്നവരുടെ ഒക്കെ അടുക്കൽ പോയി അവരുമായിട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്ന, അങ്ങനെ ഗൾഫിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ബൈ റോഡ് പോയി യാത്ര ചെയ്ത് നമ്മുടെ ഭവനങ്ങളെയൊക്കെ കാണുവാൻ നോക്കണം. കുവൈറ്റിലെ പ്രസാദിന്റെ അവിടുന്ന് പോകാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ദുബായിലെ മസ്കറ്റിലെ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി ആൾക്കാരെ കണ്ട് ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് അവിടെ ആരാധനയ്ക്ക് വിലക്കുള്ളതായിട്ടുള്ള നാട്ടില് അവിടെ എൻ്റെ ഭവനത്തില് ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ച് സ്ഥാപിക്കുവാനായിട്ടും വിവിധ സഭാഭാഗങ്ങൾ ഉള്ളവർ ഒരുമിച്ച് ചേർന്ന് അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. അത് തന്നെയല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും അത് നാടുകടത്തപ്പെടുകയും ചെയ്യുന്നതിനുള്ള അനുഭവങ്ങളുണ്ടാകും. അതിൻ്റെ നടുവിൽ അവിടെ ഏതെങ്കിലും ഒരു സഭയുടേതായിട്ടുള്ള ഒരു പ്രത്യേക മീറ്റിംഗ് ആയിട്ടല്ലാതെ എല്ലാ സഭാക്കളും ചേർന്ന് കടന്നു വരുന്ന 60-70 പേര് സ്ഥിരമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും കടന്നു വന്ന് സംബന്ധിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ തന്നെ 2017 നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അതേ അനുഭവത്തിൽ തന്നെയുള്ള ഒരു മീറ്റിംഗ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ 2017 ഈ ബിൽഡിംഗ് പണി പൂർത്തിയായി. അത് എനിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. പെട്ടെന്ന് വീട്ടിലിരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി,
ഇങ്ങനെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ട് പണിഞ്ഞതായിട്ടുള്ള ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ അത് വാടകയ്ക്ക് കൊടുത്തു. ഇതും വാടക കൊടുക്കാനായിട്ട് പലരും ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് ഇതിന്റെ പകുതി പോർഷൻ ഇങ്ങനെ ക്രമീകരിച്ച ഒരു പ്രയർ ഹോളായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 2017 മുതൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങനെ ഈ പ്രേരണ അത് ഏതെങ്കിലും ക്രിസ്തീയ സംഘടനകൾ, മിഷൻസ് ഇന്ത്യ, ക്യാമ്പസ് ക്രൂസൈഡ്, അതുപോലെ തന്നെ IEM, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ക്രിസ്തീയ സംഘടനകളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഫ്രീ ആയിട്ട് മീറ്റിംഗ് നടക്കാനായിട്ട് കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ 24-ാം തീയതി കരയ്ക്കാട്ട് കുടുംബയോഗത്തിന്റെ ഒരു കമ്മിറ്റി തലത്തിലെ രാജ്യാന്തര ഭവനത്തിൽ വെച്ചാണ് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ക്രമീകരിച്ചിരുന്നു. പെട്ടെന്ന് രാജാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ പ്രോഗ്രാമിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, നമ്മുടെ പാലായിൽ നിന്ന് മഹാകുടുംബത്തിന്റെ പ്രതിനിധികളൊക്കെ കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് ഹോളിൽ വെച്ച് നടത്താം. ഞാൻ പറഞ്ഞു ഒത്തിരി സന്തോഷം. അങ്ങനെ പെട്ടെന്ന് ഉള്ള ക്രമീകരണമായിരുന്നു ഈ ഹോളിലേക്ക് മാറ്റിയത്. നിങ്ങൾ കടന്നു വന്ന് ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടും അതുപോലെ തന്നെ അംഗങ്ങളെയൊക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെടുത്തുന്നതിനൊക്കെയുള്ള ഒരു അവസരം ലഭിച്ചത് അത് ഒത്തിരി ആളുകളൊക്കെ അല്ലാതെ തന്നെ പരിചയമുണ്ട്. ക്രിസ്തീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരുമായിട്ട് നേരിട്ട് പരിചയമുണ്ട്. എന്നാൽ നമ്മളെല്ലാം ഒരു കുടുംബമാണെന്ന് അറിയുമ്പോൾ അത് വളരെ സന്തോഷം തരുന്ന അനുഭവമാണ്. നമ്മുടെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവിടെ ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ ഓരോ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതായുള്ള കർത്താവിന്റെ ദാസന്മാര് അല്ലെങ്കിൽ മോശയിൽ കൂടെ ജനത്തെ മിസ്രയീം അടുക്കത്ത് നിന്ന് വിളിച്ച് ഇറക്കി അവരെ കനാൻ നാട്ടിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ, യോശുവയുടെ മരണസമയം അടുത്തു കഴിഞ്ഞപ്പോൾ യോശുവയുടെ ഉത്തരവാദിത്വം ജനത്തെ ഏൽപ്പിക്കുക. അപ്പോൾ അതിനു മുമ്പായിട്ട് അവരെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞു തന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കര പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. അപ്പോൾ ഒരു പഴയകാല ചരിത്രത്തെ കുറിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഓർപ്പിക്കുന്നവരോട് അനുബന്ധിച്ച് തന്നെ അവിടെ ഈ ജനം അവിടെ കടന്നു ചെന്നുള്ള വാഗ്ദത്ത നാട്ടില് അവർ അനുഷ്ഠിച്ചു കൊണ്ട് പോരേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രിയ രാജൻ ഓർപ്പിച്ചതുപോലെ അല്ലല്ല ജോയിച്ചാനൊക്കെ ഓർപ്പിച്ചതുപോലെ ഒരു കാലത്ത് അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് തോമസ്ലയുടെ ആ വരവോട് ചേർന്ന് ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഇന്ന് ദേശത്ത് വളർന്നു പന്തലിക്കുവാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാക്കി തീർക്കുവാണ്ട് സർവശക്തനായ ദൈവം നമുക്ക് ഇടനന്നതിൽ നമ്മൾ നിലനിൽക്കുന്ന പ്രദേശം നമുക്കറിയാം. ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയിൽ കൂടെ ആ പ്രദേശം അത് അനുഗ്രഹിക്കപ്പെടുവാണ്ട് കുടുംബ ബന്ധങ്ങള് അത് പലരെയും ആ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അനുഭവമായി തീരുമ്പോഴൊക്കെയും അത് ദൈവം നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്ന അനുഭവമായി തീരും എന്നുള്ളത് ഞാൻ ഓർക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. നമ്മൾ പലപ്പോഴും നമുക്കത് അതിൻ്റെതായുള്ള ആ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കുടുംബ സംഗമം അല്ലെങ്കിൽ ഒത്തുചേരല് അത് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു അനുഭവമായി നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യോശുവ തന്റെ ജനത്തെ അവിടെ വിളിച്ചു കൂട്ടി പറയുന്ന ഒരു വലിയൊരു ആഹ്വാനമുണ്ട്. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രം ഇങ്ങനെയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തമായുള്ള സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഈ ദേശത്ത് നമ്മൾ പണിയാത്ത ഭവനത്തിലോ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് കുടിക്കുമ്പോൾ, നമ്മൾ നട്ടിട്ടില്ലാത്ത മുതലയുടെ അനുഭവത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ഒരു വലിയതായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മളെ നടത്തിയ ഒരു ദൈവത്തെ മറന്നു പോകാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. അതെ, ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കും. നിങ്ങൾ നദിക്കക്കര വെച്ചുള്ള ആ ദേവന്മാരെ സേവിക്കുന്നതിനോ ഇപ്പോൾ വന്നു പാർക്കുന്ന കനാന്യരുടെ ദേവന്മാരെ സേവിക്കുന്നതിനോ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കും. കൂടിയിരുന്ന ജനങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ നിന്നോട് കൂടെ അതെ ഈ ദൈവമാണ് സകലത്തിന് മുഖാന്തരമായിട്ട് ഞങ്ങൾ വഴി നടത്തിയത്. ആ ദൈവത്തില് ഞങ്ങൾ ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുമെന്ന് തീരുമാനം എടുക്കുവാൻ യോശുവയോട് ചേർന്ന് അവിടെ ജനത്തിന് ഇടയാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ കുടുംബയോഗത്തിന്റെ ഈ ധന്യമായുള്ള മുഹൂർത്തത്തില്
ഇത് കടന്നു വന്ന ഓരോരുത്തരും ഓരോരുത്തർ ആശയങ്ങൾ അത് പറഞ്ഞപ്പോൾ, ആശംസകൾ അർപ്പിച്ചപ്പോൾ ഇതിന്റെ ഒത്തുചേരൽ ഏറ്റവും മഹനീയമായുള്ള അനുഭവത്തിലായിത്തീർന്നു എന്നുള്ളത് ഓർക്കുക. കടന്നു വന്ന എല്ലാവരെയും അത് ഞാൻ ഓർപ്പിച്ചല്ലോ, 1977 മുതൽ 2017 വരെ ഈ സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അത് കൃതജ്ഞത പറയാനായിട്ട് ഉൾപ്പെട്ടാൽ അത് അമ്മ പരാജയമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തുനിയുന്നില്ല. കടന്നു വന്ന് ഇതിന്റെ ഭാഗമാക്കായി ഓരോ ശുശ്രൂഷകളും ഏറ്റെടുത്തതാണ്. പ്രത്യേകിച്ച് അധ്യക്ഷനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കടന്നു വന്ന ജോയിച്ചാൻ ഇതിനു വേണ്ടി എല്ലാ ശാഖകളിലുള്ള മെമ്പേഴ്സിനെ കൂട്ടിവരുത്തി ഇങ്ങനെ ഒരു വലിയൊരു പ്രവർത്തനത്തില് അതിനെ ചുക്കാൻ പിടിച്ചതിനായിട്ട് ഇതിന്റെ ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ച ജോയിച്ചാനാണ് ഞാൻ ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്മിറ്റിയായിട്ട് കരക്കായിട്ട് ഫാമിലിയുടെ ഒരു കമ്മിറ്റിയായിട്ട് തിരിയേണ്ട സ്ഥാനത്ത് ഇതൊരു മഹാസംഘമാക്കി തീർക്കുവാനുള്ള ഗുണം പ്രിയ മകനിൽ കൂടെ ദൈവം സഹായിച്ചു. അതോടെ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ നമ്മുടെ മധ്യലായിരിക്കുന്ന പ്രിയ അച്ഛന്മാര്, അതുപോലെ തന്നെ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാര്, അതുപോലെ നമ്മുടെ മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാവരോടും ഇന്ന് കടന്നു വന്ന് ഇതിനെ ധന്യമാക്കി തീർത്തതിനായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിന്റെ ചെറുതുമായ രീതിയിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ രാജാന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ക്രമീകരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ പ്രസാദ് വന്നിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞു. അപ്പം പ്രസാദിനോടുള്ള പ്രത്യേക നന്ദി ഇതിനായിട്ട് അറിയിക്കുക. കാരണം ഈ ഇന്നത്തെ ഇതിന്റെ ക്രമീകരണത്തിന് രാജാവ് പ്രസാദിൽ കൂടെ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അതിനായിട്ട് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇതിന്റെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചേർക്കുന്നു. ദൈവത്തിന്റെ പുനർനാമം എന്നുമെന്ന് മാത്രപ്പെടുമാറാകട്ടെ. കാളികാങ്കൽ മൂല കുടുംബത്തിൻ്റെ അമ്പാട്ട് ശാഖയിൽപ്പെട്ട ആളല്ലേ? അതെ, അമ്പാട്ട് ശാഖയുടെ പ്രസിഡന്റാണ്. അതെ. പേരെങ്ങനെയാണ് സാറിൻ്റെ പേര്? എൻ്റെ പേര് KV ചാക്കോ. ഈ കുടുംബയോഗത്തിൽ ഈ ശാഖയിൽ എത്ര അംഗങ്ങളുണ്ട്? ഈ അമ്പാട്ട് ശാഖയിൽ എത്ര ഉണ്ടെന്ന് കുടുംബങ്ങൾ? 270 കുടുംബങ്ങൾ തന്നെ ഉണ്ട്. എത്ര കാലമായി ഈ ശാഖ രൂപീകരിച്ചിട്ട്? 58ാമത്തെ വാർഷികമാണ് കഴിഞ്ഞ ഡിസംബറിൽ. 58ാം വാർഷികം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ കൂടിയായിരുന്നു. ആരാ ഇത് സംഘടിപ്പിച്ചതാരാ? ആരാ ഈ കുടുംബയോഗം സംഘടിപ്പിച്ചത്? ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിരുന്നു. ഞങ്ങളുടെ ഒരു ഇപ്പോഴും ഞങ്ങൾക്ക് 7ാം തലമുറ വരെ ആയിട്ടുണ്ട്. 8ാം തലമുറ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കുറവിലങ്ങാട്ട് നിന്നും ഇവിടെ ആദ്യം കല്ലൂപ്പാറയാണ് വന്നത്. കല്ലൂപ്പാറയിൽ നിന്ന് ഒരു ആൾ മല്ലപ്പള്ളിക്കടുത്തുള്ള ആനിക്കാട് അവിടെ വന്ന് താമസം ആരംഭിച്ചു. അങ്ങനെയാണ് അമ്പാട്ടെന്നുള്ള വീട്ടുപേരിൽ അവിടെ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പം ഞങ്ങളുടെ കുടുംബ അംഗങ്ങൾ ആനിക്കാട്, പുന്നവേലി, റാന്നി, വെച്ചൂച്ചിറ, കരക്കാട്ടൂർ, കോയമ്പത്തൂർ, ഇങ്ങനെ ചെയർമാൻ ഇപ്പം BSc ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്തായി. ഞങ്ങളുടെ അത് പബ്ലിക് ലൈബ്രറിയൊക്കെ ഇതുപോലെ അമ്പാട്ടുകാർ കോട്ടയത്തെ സ്ഥാപിച്ചത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് പലതും അറിയത്തില്ല. അതാണ് സാർ എൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ കുടുംബചരിത്രം 2ാം പതിപ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. അതിന് നമ്മുടെ ജോയ് തോമസ് അങ്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ജയരാജും CSI ബിഷപ്പ്, ഞങ്ങൾ കൂടുതൽ ആളുകളും CSI ഏത് പേരിലാണ് കുടുംബയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അമ്പാട്ട് കുടുംബചരിത്രം. അമ്പാട്ട് കുടുംബചരിത്രം. സാറിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയാമോ? എൻ്റെ ഫോൺ നമ്പർ 9946017365. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കുടുംബയോഗത്തിനുള്ളത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മിഷണറി സഹായം
നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു പുതിയ ഒരു പ്രസ്ഥാനം സ്പർശം, പാവങ്ങളെ സഹായിക്കുക, അതിനുവേണ്ടി ഞങ്ങളൊരു പുതുതായിട്ടൊരു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാനാ മേഖലകളിലും നമ്മുടെ കുടുംബക്കാരെ മാത്രമേ സഹായിക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാ പാവപ്പെട്ടവരെ സഹായിക്കും? അത് നോക്കിയിട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മുടെ കുടുംബക്കാരെ. കുടുംബയോഗത്തിന്റെ പ്രവർത്തനം ഇപ്പം ഈ സജീവമായിട്ട് ഞാൻ തുടങ്ങിയത് 2017 മുതലാണ്. കാരണം ഞാൻ വിദേശത്ത് ജോലിയുള്ള ബന്ധത്തിലായിരുന്നുകൊണ്ട് അങ്ങനെ സജീവമായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അവിടുത്തെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. കൂടാതെ നാട്ടിലെ പ്രവർത്തനം നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയൊക്കെ ചെയ്തു. 2017 വന്ന സമയം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ച് തന്നെയായിരുന്നു മീറ്റിംഗ്. അങ്ങനെ ഇത് താന്നുമുട്ടിൽ ഞങ്ങൾക്ക് കാരിക്കാട്ട് കുടുംബത്തിന്റെ 6 ശാഖകളാണ്. കാരിക്കാട്ട് കുടുംബത്തിന്റെ 6 ശാഖയിലെ വെള്ളാറമല, പൂവക്കുളത്ത്, പിന്നെ ചെറുവാഴക്കുന്നേല്, പിന്നെ ചെത്തവങ്കര, താന്നിമുട്ടി, അങ്ങനെ 6 ശാഖകള് പറയാൻ എനിക്കറിയുന്നില്ല. കാരണം ഇപ്പോഴേ ഈ ഒരുപാടുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ശാഖകള് എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ എല്ലാ വർഷവും ഒരു വാർഷിക മീറ്റിംഗ് നടത്താറുണ്ട്. കൂടാതെ എല്ലാ 2-3 മാസം കുടുംബ കമ്മിറ്റി മീറ്റിംഗും ഒക്കെ ചെയ്യുന്നുണ്ട്. രാജു, താന്നിമുട്ടി, ടെലിഫോൺ നമ്പർ 9447207282. ഞങ്ങളുടെ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അത് എല്ലാ വീടുകളിലും കയറി എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവരോടെങ്കിലും വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആരംഭിച്ചു. അത് ഇതുവരെയും പൂർവ്വാധികം മുന്നിയായിട്ട് പോകുന്നത് തമ്പുരാന്റെ കാരണവും. ചെന്തൂർ തെങ്ങുന്തറ കുടുംബത്തിന്റെ ഭാഗമായ മണലേൽ ശാഖ കുടുംബം. ഞങ്ങൾ കുടുംബങ്ങളിപ്പോ 10-20 എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഞാൻ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കും. വിളിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് മണലേൽ 9744208048. എന്റെ തങ്കച്ചൻ മണലേൽ ഒഫീഷ്യലി ക്യാപ്റ്റൻ മാത്തുക്കുട്ടി MJ.